الصلاة خير من النوم. നീക്കില്ലേ ബാങ്ക് കൊടുത്തു പള്ളി പോണ്ടേ എന്തൊരൊർക്കാതെ നീക്ക് നീക്ക് ബാങ്ക് കൊടുത്തു വേണിച്ചു പോരി മാ മാ ഓ നീച്ചില്ലേ ആ ആ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡാ സൽമാനെ എണീക്ക് ബാങ്ക് കൊടുത്തു. എന്തൊരൊറക്കാത്. ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങട്ടോ അമ്മ. ആ ഉപ്പ വരുന്നവരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. സൽമാൻ എണീറ്റിട്ടില്ലേ? ഓൻ വിളിച്ചിട്ട് എണീക്കണ്ടേ? ഡാ സൽമാനെ, ഞാനാണ് വരുന്ന. ഡി സനെ ഫനെ എണീക്ക്. ദേ ബാങ്ക് കൊടുത്തു എണീക്ക്. നിസ്കരിക്കണ്ട നിങ്ങക്ക്? രാത്രി മുഴുവൻ കഥയും പറഞ്ഞങ്ങോട്ട് കിടക്കും. വാ എണീറ്റ് വാ നീക്ക്. കുറച്ചുകൂടി ഉറങ്ങട്ടമ്മ. ആ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുക. ഇങ്ങോട്ട് എണീറ്റ് വാടി. വാ. എന്താ ഉപ്പ പോവല്ലേ? ദാ വരുന്ന്. സൽമാനെ പോരെ. പോവല്ലേ? മനസ്സാ, ഇങ്ങളറിഞ്ഞോ ഞമ്മളെ സുക്കൂറേ മദ്രസയിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇങ്ങക്കെന്താ ഒരു ചൂടില്ലാത്തത്? ചൂടുണ്ടാ? ഞാനെന്താ പനിച്ച് കിടക്കുക? ഇങ്ങള് പൊന്നാരം പറയാണ്ടേ ഓനെ പറഞ്ഞയക്കാൻ നോക്കി. സുക്കൂറേ, സുക്കൂറേ, എന്താ ഇല്ലാപ്പാ? ഇവിടെ വാ. എന്താടാ മദ്രസ് പോവാത്തത്? എനിക്ക് നെഞ്ഞത്തുന്നൊരു വേദന. മിനിഞ്ഞാന്ന് ഓന് തലവേദനേനെ, ഇന്നലെ പള്ളവേദന. ദേ ഇന്നിപ്പം നെഞ്ഞത്തുനിന്നും വേദന വന്നിക്കണ്. ഇന്നാ വേഗം മാറ്റി ഇറങ്ങ്, ഡോക്ടർ ഒന്ന് കാണിക്കാം. നാളെ ഇവിടെ വേദന ഉള്ളത് കൂടി പറഞ്ഞാല് അതിനുള്ള മരുന്ന് കൂടി വാങ്ങാം. ചെല്ല്. ഓനിയെ മദ്രസേന്ന് പുറത്താക്കിയതാ. ബാപ്പാനി കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പളായി ഇത് പറയണ്? ഞാൻ ഇന്നാ അറിഞ്ഞത്. നിങ്ങളെന്താ ഈ നോക്കിക്കണത്? പോയി മൊയിലാരെ കണ്ട് ചോദിക്ക് സുക്കൂറിനെ എന്തിനാ പുറത്താക്കിയെന്ന്. ബാപ്പാനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. അതിന് എന്റെ ബാപ്പ ഗൾഫിലല്ലേ സുക്കൂറെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉസ്താദ് പറഞ്ഞതാ. ആ അതോ അവൻ പറഞ്ഞതാ അതിന്റെ ശരി. ബാപ്പാനെ കൂട്ടി ചെല്ലാൻ പറഞ്ഞാ വല്യാപ്പാനെ കൂട്ടി ചെല്ലാൻ പറ്റൂല. പണ്ടത്തെ സിലബസ് അല്ലപ്പോ, ഇപ്പൊ പുതിയ സിലബസാ. എന്നാലേ നമ്മളെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നവരെ സുക്കൂറ് ടിവിയും കണ്ട് ഇവിടെ കുത്തിരുന്നോട്ടെ. എന്തേ? അന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ഞാൻ എതിർക്കണില്ല. രാവിലെ വെറും വയറ്റില് നിങ്ങൾ എന്റെ തൊള്ളയിലിരിക്കണ വെറുതെ കേക്കണ്ട. ഓനെ കൊണ്ടോണില്ലേ കൊണ്ടോണ്ട. മക്കളും പേരക്കുട്ടികളും ഇങ്ങളെ മാതിരി ആവാനായിരിക്കും എന്റെ യോഗം.
അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ ഈ വലിയ വിവരമുള്ള ആള് നേർക്കും നേരെ അത്തയ്യാത്ത് ചെല്ലാൻ അറിയില്ല. ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കുക. മൊച്ചന്റെ മാതിരി നോക്കണണ്ടില്ലോള് കേറി പോയി കടന്ന്. ബാപ്പേ തർക്കിച്ചെന്നിട്ട് കാര്യമില്ല. ഗൾഫ് നിങ്ങളെ മകൻ വിളിക്കുമ്പോ നിങ്ങളെന്നെ മറുപടി പറഞ്ഞോളി. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ടില്ല അപ്പേ. മുണ്ടാതെ പോയി തുണി കുപ്പായ മാറ്റി പാടൂലേ പോടന്ന്. വരൾച്ച കടുത്തു, കാർഷിക മേഖല വിയർക്കുന്നു. കൊഞ്ചക്കോട് കടുത്ത വരൾച്ചയെ തുടർന്ന് വിളനാശം വ്യാപകമായതോടെ കർഷക കുടുംബങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഡാമുകളിൽ വെള്ളമില്ലാതായതും കുളങ്ങളും കിണറുകളും വറ്റിവരണ്ടതും കർഷകരുടെ വിള പ്രതീക്ഷയെ തകർത്തു. നെൽപ്പാടങ്ങൾ ഉണങ്ങിയതോടൊപ്പം മറ്റു വിളകളും വെല്ലിപ്പ വായിക്കാം. ഒന്ന് ഉറക്ക വായിക്കിങ്ങള്. രേഖയില്ലാതെ എത്തിയ മണൽ ലോറികൾ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. ഉപ്പപ്പ എന്താ ഈ പെൺവാണിപ്പെന്ന് പറഞ്ഞാല്? സനാ ദാ വരുന്നുമ്മാ. ബാക്കി ഇനി വൈകുന്നേരം വായിക്കാം. സ്കൂളിൽ പോകാൻ സമയമായില്ലേ? ദാ വേഗം ചായ അടിച്ചോ. ഉമ്മ എന്താ ഈ പെൺവാണിപ്പെന്ന് പറഞ്ഞാല്? ഉമ്മ അത് പിന്നെ പറഞ്ഞുതരാ. ഇപ്പൊ ചായ കുടിച്ചോ. ദാ വീട്ടിക്ക് പത്രം വരുത്താനും വയ്യാതെയായി. വല്ലാത്തൊരു കാലം. കുട്ടിയൊക്കാണെങ്കിൽ എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്നിട്ട് അറിയൂല്ല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിന്റെ പ്രത്യേകതയാണത്. കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും എവിടുന്നെങ്കിലൊക്കെ അതിന്റെ ഉത്തരം അവർക്ക് കിട്ടും. ഏടുന്നെങ്കിലൊക്കെ ഉത്തരം കിട്ടിയാലേ കുട്ടികൾ നന്നാവുകയല്ല ചെയ്യാ, കേടുവരിക ചെയ്യാ. എന്നാലേ ഈ ചെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്ക്. Get us back underway then in the all-black strip, attacking the goal away to our left. That's behind that goal that the good following from Bremen, who've been cheering and singing throughout that first half. That's where they're housed, and they will be trying to suck that ball into that. ഒരു 5 മിനിറ്റ് കൂടി. One-goal lead. It's a very delicate lead. Please. വേഗം ചെന്ന് കുളിച്ച് ചായം കുടിച്ച് പോകാൻ നോക്കി. അതാ പോണേ ഞങ്ങളെ ഉസ്താദ്. മൊലിയാരെ ഒന്നാടെ നിക്കി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളെവിടെ വെച്ച് കണ്ട് നന്നായി. അതുവരെ നടക്കാതെ കഴിഞ്ഞല്ലോ. നിങ്ങളാണ് ഷുക്കൂറിന്റെ ബാപ്പല്ലേ? അല്ല, ഞാൻ വല്യാപ്പേ. ഓന്റെ ബാപ്പ ഗൾഫിലാ. അല്ല, ഓനപ്പോ പുറത്താക്കിയത്? പുറത്താക്കിയ വിഷയം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി. ഇപ്പം എനിക്ക് സംസാരിക്കാൻ തീരെ സമയമല്ല. മദ്രസയിൽ ബെല്ലടിക്കാൻ സമയമായി. നിക്കി, എനിക്ക് നടക്കാൻ തീരെ വയ്യ. മുട്ടുംകാലിന് വേദന. നിങ്ങൾ കാരണം ഭാര്യ മൊലിയാരേ. ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല. അത്രക്ക് മുന്തിയ സ്വഭാവം അവൻ്റെ. അത് തിരുത്താൻ എനിക്ക് എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ അതിന് സമ്മതിക്കൂല. ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കേൾക്ക ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര. അത് ഇവൻ്റെ തൊള്ളേന്ന് വരുന്നതാണ്. കുട്ടികളല്ല മൊലിയാരെ, കുറച്ചൊക്കെ പൊട്ടിത്തെറുപ്പുണ്ടാവും. കുറച്ചോ? ഇവന്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി വെച്ചാലും തീരാത്തത്ര ഉണ്ട്. ആ അതൊക്കെ പോട്ടെ, ഒരു കൊല്ലം കൂടി അവനെ സഹിച്ചാൽ മതിയല്ലോ. അടുത്ത കൊല്ലം മദ്രസിന്ന് പോയി കിട്ടുമല്ലോ. ഏതായാലും മദ്രസിൽ 7ാം ക്ലാസ് ഇല്ലാത്ത നന്നായി. നിങ്ങളിപ്പോഴും അവനെ പുറത്താക്കിയതിന്റെ കാരണം പറഞ്ഞില്ല. പരീക്ഷന്റെ ഉത്തരപേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് തന്നെ. പരീക്ഷന്റെ ഉത്തരപേപ്പറോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ആ ഓൻ പറയൂല. കാരണം എന്താ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ശുക്കൂറേ, അതിൻ്റെ ഉത്തരപേപ്പർ എടുത്താ? അത് കാണാനില്ല. കേട്ടില്ലേ? അത് ഞാൻ കാണിച്ചു തരാം. കണ്ടങ്ങള്
തൊള്ള തുറന്നാവോന്നോണേ പറയുള്ളൂ. സത്യം പറയണമെന്ന് മൊയ്ലിയാന്മാർ എത്ര പറഞ്ഞിട്ട് ഓന് മനസ്സിലാണ്ടേ? ദാ നോക്കി, 50 മുട്ട. ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും അരമാർക്കെങ്കിലും ഇടാനുള്ള ശരിയുത്തരിയിൽ കണ്ടുപിടിക്കാൻ കഴിയൂല. ദാ നോക്കി, വലതുന്നുള്ളതിന്റെ വിപരീതം എന്താ? ബിന്തുൻ. നവൻ എഴുതിയതോ ഇടതുൻ. കണ്ടില്ല നിങ്ങള്? ആ, വേറെ നല്ലൊരു വിറ്റുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ എത്ര, അവരാരല്ലാന്നുള്ളതിന് ഓൻ എഴുതിയ നോക്കി. തോട്ടത്തിൽ അലവി, പുതിയോട്ടിൽ അവറാങ്ക, കുന്നത്ത് ഉണ്ണിക്കുട്ടി, പാടത്തൊടി കദീസുമ്മ, പുഴക്കര ഇസ്മാൽത്യാക്ക, പരിയാരം ഉസ്മാൻക, ഇങ്ങനെ തുടങ്ങി ഈ നാട്ടിലെ 10-20 പെരക്കാരെ പേരെഴുതിച്ചിണോൻ. അതിൽ കട്ടേക്കാടൻ ചെറിയോനാക്കന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. ജിന്റെ പേരയിൽ എഴുതിയില്ലല്ലോടാ. നിങ്ങളെന്തിനാ എന്റെ മുമ്പിൽ ഓനെ തല്ലണത്? സക്കാത്തിന്റെ ലിസ്റ്റില് കട്ടേക്കാടൻ ചെറിയോന്ന് പറഞ്ഞ എന്റെ പേരയിലില്ലെങ്കില് പിന്നെ ഓനെ തച്ചാ മതിയോ? കൊല്ലണ്ടേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓൻ എന്തിനാ പുറത്താക്കിയതെന്ന്. ഏതായാലും എന്റെ പേരും കൂടി അതിൽ എഴുതി ചേർത്താ പ്രശ്നം തീർന്നല്ലോ. അത് നിങ്ങളെ ഏൽപ്പിച്ച് ഇതാ കൊണ്ടോയിക്കോളി. തല്ലേ കൊല്ലേ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല. പോടാർന്ന് മൊലിയാരെ വെയ്യേ പോവാനോട് പറഞ്ഞു. അല്ല ചെറിയോനാക്കെ, എന്താപ്പത് എടായിലിട്ട് ഒരടി തച്ചാ മതി ഓനെ. സക്കാത്തിന്റെ ലിസ്റ്റ് ഇട്ടപ്പോളേ എന്റെ സ്വന്തം പേരക്കുട്ടി എന്റെ പേരായിന്ന് ഒഴിവാക്കിയാണ്. ഓനൊക്കെ തച്ചാ മതിയോ? കൊല്ലണോനെ. നിങ്ങൾക്കും എനിക്കൊക്കെ കൊല്ലം സക്കാത്ത് കിട്ടിപ്പോരുന്നതാ. നമ്മളെ രണ്ടാളെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ധൈര്യമുള്ള സുജാ ഇയാൾ ആരവിടെ ഉള്ളത്? അല്ല ചെറിയോനാക്കെ, നിങ്ങളുള്ളോടത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒട്ടനും തൊള്ളിയും കാട്ടി നടക്കണ്. ശരിക്കും നിങ്ങളെ മകനെറ്റാണോ? ഞാൻ എന്റെ മൂത്താവൂടി എന്നടുത്ത് തരൂ. വേറെ ആരെയും കണ്ടിയില്ല പോനെന്റെ മകനാക്കാൻ. എനിക്ക് തൊള്ളിയും കാട്ടി നിൽക്കാതെ. ചെറിയാനാക്കേ, അവിടേക്ക് ഞാനുണ്ട് നിങ്ങളൊപ്പം. എന്റെ സൗകര്യം കെടുക്കാനാണെങ്കി പോരണ്ട. ഇക്കണക്കിന് പോയാ പത്രം നിർത്തേണ്ടി വരും. എന്തുപറ്റി? ഇന്നത്തെ ഫ്രണ്ട് പേജിലെ വാർത്ത കണ്ടോ? നിങ്ങളെ മോക്ക് അതെന്താന്നറിയണം. ഓ ഇതോ? ആ അത് തന്നെ. എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തില്ലേ? ആ, ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു. ഇനിയിപ്പൊ നാളത്തെ പത്രത്തിലെ വാർത്ത എന്താന്ന് ആർക്കറിയാ? എന്ത് വാർത്തയാണെങ്കിലും കുട്ടികളെല്ലാം അറിയണം. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നെന്ന് അവരറിഞ്ഞാലേ അവർക്ക് തിരിച്ചറിവുണ്ടാകൂ. പക്ഷേ ആ അറിവ് പുറത്തുള്ള ആളുകളിൽ നിന്നല്ല കിട്ടേണ്ടത്, മാതാപിതാക്കളിൽ നിന്ന് തന്നെ കിട്ടണം. അതിന് നിന്നേക്കാൾ നല്ലൊരു മാതാവ് ഈ നാട്ടിൽ വേറെ ഉണ്ടോ? ഏതായാലും നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഓ, ഇനി എന്നെ അഭിനന്ദിച്ചു കൊല്ലും. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആൾക്കാരിപ്പോ വരും, എനിക്ക് പോണം. ആ, നീ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിനക്ക് സൗദാബിയോനെ കൂട്ടിക്കൂടെ നിന്റെ ഗ്രൂപ്പിൽ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ. ഓളെപ്പോലത്തെ ഒരു പച്ചപ്പാവത്തിന് അതൊന്നും ശരിയാവുന്നു തോന്നണില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാപ്പു എപ്പോഴും എന്നോട് പറയും സൗദാബിയെ കൂടെ കൂട്ടാൻ നിന്നോട് പറയാൻ. എല്ലാ കാര്യത്തിലും എല്ലാരും ഉണ്ടാവുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല. അതിന് നിർബന്ധിച്ചിട്ടും കാര്യമല്ല. ഒരർത്ഥത്തിൽ നോക്കിയാ സൗദാബിക്ക് എന്നേക്കാൾ നല്ല ഗുണങ്ങൾ വേറെ എത്രയുണ്ട്? അത് നീ നിന്റെ വിനയം കൊണ്ട് പറയല്ലേ. ആ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് നേരം കളയല്ലേ, എനിക്ക് പോണം. ഓ ഓ. ബഹാരോ ഫൂൽ ബർസാ. വരിക എന്താ പേര്? ചെറിയോന്. ചെറിയോനാക്ക. കട്ടേക്കാടൻ ചെറിയോനെന്ന് പറയും. എന്താ അസുഖം? ഇടത്തെ മുട്ടുംകാലിനൊരു വേദന. വയസ്സായില്ലേ, വേദന ഉണ്ടാവും. ഇടത്തെ മുട്ടുംകാലിന്റെ അതേ വയസ്സ് തന്നെയല്ലേ വലത്തെ കാലിനും. എന്നിട്ട് അതിന് വേദന അല്ലല്ലോ. ആള് ഭയങ്കര രസികനാണല്ലോ. രസികന്മാരെ എനിക്ക് വലിയ ഇഷ്ടാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ രസികന്മാരാ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞ മരുന്നൊക്കെ ഫ്രീ. അത് തിരക്കടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെയും കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്.
എത്ര അസുഖമാണെങ്കിലും ചോദിച്ചോളൂ, മരുന്ന് ഫ്രീ. പക്ഷേ ഉത്തരം പറയണം. ധൈര്യമായിട്ട് ചോദിച്ചോളി. നിങ്ങൾ വെറും വയറ്റിൽ എത്ര ചപ്പാത്തി തിന്നും? ഇതാപ്പോ വലിയ ചോദ്യം. വെറും വയറ്റിൽ ഞാൻ 20 ചപ്പാത്തി തിന്നു. മണ്ട ശിരോമണി, ഒരു ചപ്പാത്തി തിന്നാ പിന്നെ വെറും വയറാവോ? നിങ്ങൾ തോറ്റു. ഇനി സൗജന്യ മരുന്നില്ല. ഇനി വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യങ്ങളുണ്ട്. ഉത്തരം പറഞ്ഞാലും സൗജന്യ മരുന്നില്ല. ആ, എന്നാലും എനിക്കിപ്പോ ഈ മുട്ടുംകാലിന്റെ വേദന മാത്രമേ ഉള്ളൂ. ഇവിടെ വേദന ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഡൗൺ ഡൗൺ ഡൗൺ. സ്ഥാനം അതാ. നീരുണ്ടോ? നീരുണ്ട്. മൂത്രം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടോ? മൂത്രം അങ്ങനെ ഒഴിഞ്ഞു പോവാ. പോകും. ആ മൂത്രം അങ്ങനെ പോയിക്കോട്ടെ. നീര് പോവാ നല്ലതാ. നീര് പോവാനേ നല്ലതാ. രാത്രി ഉറക്കണ്ടോ? ഉറക്കണ്ട്. ഉണ്ടാവും. പിന്നെ തലവേദന? തലവേദന അല്ല. ഉണ്ടാവില്ല. അതന്നെ. മൂക്കിന്ന് വെള്ളം ഒലിക്കുന്നുണ്ടോ? മൂക്കിന്ന് വെള്ളം ഇടക്ക് ഒലിക്കും. ഇടക്കല്ലേ ഉള്ളൂ. അതാണ് ഈ രോഗത്തിന്റെ ലക്ഷണാണതേ. തുമ്മലോ? തുമ്മലില്ല. തുമ്മലുണ്ടാവില്ല. ഉറക്കത്തിൽ പല്ല് കടിക്കുവോ? പല്ല് കടിക്കൂ. കൂർക്കം വലിക്കോ? കൂർക്കം വലി ഉണ്ടോന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല. കൂർക്കം വലി ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ആ വിവരം പറയാ. സ്വപ്നം കാണുവോ? സ്വപ്നം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ കാണും. വയറെങ്ങനെ? വിശപ്പ്? വിശപ്പ് നല്ലോണം ഉണ്ട്. ഉണ്ടാവും. നല്ലോണം ഉണ്ടാവും. ഇരിക്ക, ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. ഈ മുട്ടുവേദന എനിക്കുണ്ടേ. എന്നാ ഒരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നോ? ഒരൊഴിവ് കിട്ടണ്ടേ? ഈ മരുന്ന് 1 ഔൺസ് വീതം 3 നേരം കഴിക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് വിവരം പറയാം. പിന്നെ ഈ മരുന്നിന്റെ ഫലം കിട്ടണമെങ്കിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കുക. എന്ത്? ഇറച്ചി മീനും വർജിക്കണം. എന്നും വർജിക്കണോ? പൂർണ്ണമായിട്ടുമാണ് വർജിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എത്ര ഇതിന്റെ പൈസ? ഒരു 100 റുപ്യ അവിടെ വെച്ചേക്കൂ. ആഹാ, എന്താ ചൊരേനൊക്കെ നിങ്ങൾ ചാണകം ചവിട്ടി അതിന് നടക്കണേ? മുട്ടുംകാലിനൊരു വേദന, നടക്കാൻ വയ്യ, വൈദ്യരെ കാണിച്ചു വരിക. എന്നിട്ട് വൈദ്യരെന്തേ പറഞ്ഞ്? ദാ ഒരു കുപ്പി മാക്രാട്ടി വെള്ളം നിന്നാണ്. കഷായാന്നാ തോന്നണത്. ഇതിൻ്റെ മണം തന്നെ കഴിച്ചിട്ട് വയ്യ. ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് കുടിച്ച് പള്ളയിലാക്കാമെന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണം എന്നാ വൈദ്യർ പറഞ്ഞത്. അതിനെന്താ വർജിക്കണം? അനക്കിപ്പോൾ അത് പറയാ. എന്നും ഇറച്ചും മീനും വർജിക്കാൻ എവിടെ പൈസ? മകന് ഗൾഫിൽ നിന്ന് അയച്ചു തരണത് വീട്ടിലത്തെ ചെലവിന് തന്നെ തികയണില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല, അസുഖം മാറണ്ടേ എന്ന് വെച്ച് ഏതെങ്കിലും ഒന്ന് വർജിക്കണം എന്ന് പറഞ്ഞാൽ തിരക്കടില്ല. ഇത് ഇറച്ചും മീനും വർജിക്കണം എന്ന് വെച്ചാൽ അതിന് പണിണ്ട്. ഉച്ചക്ക് ഇറച്ചി വർജിക്ക, രാത്രി മീനും വർജിക്ക. പിന്നെ ആഴ്ചയില് കല്യാണവും സൽക്കാരൊക്കെ ആയിട്ട് 1-2 ദിവസം കിട്ടാതെക്കൂല. അന്ന് പള്ള നിറച്ച് ചിക്കനും വർജിക്ക. എങ്ങനെങ്കിലൊക്കെ ഈ അസുഖം മാറിപ്പോയിക്കോട്ടെ. ഏതായാലും ഗൾഫിക്കൊന്ന് വിളിച്ചു പറയാ. ഈ മാസം പൈസ കുറച്ച് അധികം അയക്കാന്. എന്റെ കയ്യിൽ ആകെ 100 റുപ്യ ഉള്ളത് വൈദ്യർക്കും കൊടുത്ത്. കടം വാങ്ങി വർജിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. പൈസ ഇല്ലാത്തതിന്റെ പേരില് ചികിത്സ മുടങ്ങണ്ട. ദാ 200 ഉറുപ്പ്യുണ്ട്, നിങ്ങൾ കിട്ടുമ്പോ തന്നാ മതി. ഇപ്പൊ തന്നെ കുട്ടിരായിന്റെ അടുത്ത് പോയിട്ട് 2 കിലോ പോത്തിറച്ചി വാങ്ങിക്കോളി. നല്ല ഇളയെ പോത്തും കുട്ടീനെ അറുത്തിട്ടുണ്ട് അവിടെ. അതാണ് മസാല ചേർത്ത് വരട്ടിയാണ് വെച്ചാല് നിങ്ങൾക്ക് ഇന്ന് ഉച്ചക്കും രാത്രി നാളെ ഉച്ചക്കും പള്ള നിറച്ചും വർജിക്കാം. ദാ കുടിച്ചോളി, എണ്ണിയോക്കി. ഇത് വല്ലാത്തൊരു ഉപകാരമായി പോയി. ഇനി ആലോചിച്ച് നേരം കളയണ്ട, പോത്തിറച്ചി വാങ്ങിയിട്ട് മതി ബാക്കി കാര്യം. വരി. അല്ല, എന്തിനാ നിങ്ങൾ ചിരിക്കണേ? ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളി. ഇജി വെറും വയറ്റിൽ എത്ര ചപ്പാത്തി തിന്നു?
വെറും വയറ്റില് ആ പറഞ്ഞോട്. അങ്ങനെ ചോദിച്ചാലിപ്പോ ആ ഒരു 15 ചപ്പാത്തി തിന്നു. അയ്യടാ പറ്റിച്ചല്ലോ. എന്തേ 20 എണ്ണാണെങ്കിൽ നല്ലൊരു തമാശ ഉണ്ടേനി. ആമിന ആമിന അവനാ കുട്ടീസ്രാങ്ക ഇതൊന്ന് കണ്ടു മീമനാക്കാൻ സമ്മതിക്കില്ല. കാറ് തൊട്ടുപോരുത്. നിന്റെ പെരിയ ലൂസ്. ആ ഞാഞ്ഞൂര് പയ്യനോ? അവനാണോ ഭാർഗവൻ അടിച്ചത്? ഈ കാണുന്നവരൊന്നുമല്ല, അടിയെന്ന് വെച്ച ക്ലാസ്. ഒരു ഡ്രൈവർ. നീയാണോ ഈ SRKയുടെ റൗഡികൾ അടിച്ചത്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. എന്തിനായി ചെറിയ കമ്പനിക്ക് വേണ്ടി തല്ലൂടാൻ നടക്കുന്നേ? എന്താപ്പത്? ഇത് ഇറച്ചിയാ. എനിക്ക് മുൻകാണുള്ളതല്ല, എനിക്ക് വർജിക്കാനുള്ളതാ. ഓ അല്ലാ. ഓ ആ ആ ആ പിന്നെ നമ്മുടെ നാൻസി പെറ്റു. പടച്ചോനെ, ഓള് പറയാനൊക്കെ ആയോ? ആ മാത്രല്ല ഇരട്ടക്കുട്ടികളാ. തമ്പുരാനെ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ല ഒരുമ്പട്ടോളെ ഇരട്ട കുട്ടികളാണെന്ന്. ഓളെ പള്ള കണ്ടവൻ തന്നെ എനിക്ക് ഉറപ്പായിണ് അത് ഇരട്ട കുട്ടികളാണെന്ന്. ഞാനതാ സഭയെ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പാ പെൺകുട്ടീനെ കഷ്ടകാലം കണ്ടോലില്ല. അതിന്റെ മാപ്പിളയാണെങ്കിൽ ബ്ലാങ്ക്രൂര്, ആ തള്ളയാണെങ്കിൽ കുട്ടി നൊലോൽച്ചാ പോലും ഒന്ന് തിരിഞ്ഞു നോക്കൂല. തന്താണെങ്കിൽ കള്ളും കുടിച്ച് ഏശാമഗ്രീബിന്റെ ഇടയിൽ കേറി വരും. ഒരു കുട്ടിയാണെങ്കിലോ സ്കൂളിൽ പോകാതെ തെണ്ടി തിരിഞ്ഞു നടക്കും. ഐറ്റകളെ കാര്യാലോചിച്ചാല് ഒരു മനസമാധാനവും ഇല്ല. കരണ്ട അമിന, കരണ്ട. എന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു മാറ്റല്ലാതെ കൂല. നാളത്തെ എപ്പിഡോസ് കാണുമ്പോഴറിയാം. ഏതായാലും ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, നിങ്ങള് കിടക്കാൻ പോവാ? കോമഡി ഷോ തുടങ്ങി. അത് തുടങ്ങാനായോ? ആ എന്നാ അതുകൂടിയും കണ്ടിട്ട് കിടക്കാം. നടക്ക്. അല്ലാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ കരുതി ഈ ഉറങ്ങിയിട്ടുണ്ടാവുന്നു. ഉറങ്ങേ? മാനുക്ക് അരമണിക്കൂറൂടെ വൈകിയിരുന്നെങ്കിൽ ഈ പുസ്തകം ഞാൻ വായിച്ചു തീർക്കേനു. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ അരമണിക്കൂർ കൂടി പുറത്തിരിക്കാം. ഇപ്പൊ അകത്തിരുന്നാ മതി. അല്ല, നീ എപ്പോഴായി പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കല്? എനിക്കാണെങ്കിൽ മര്യാദക്ക് പത്രം വായിക്കാൻ കൂടി സമയം കിട്ടണില്ല. ഒരു പ്ലാനൊക്കെ ഉണ്ടെങ്കിലേ അതിനൊക്കെ സമയം ഉണ്ടാവും. ബാപ്പുവിനെ പോലെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പല പ്ലാനും ചെയ്യായിരുന്നു. ഞാൻ മറ്റൊരാളുടെ ജോലിക്കാരനാണല്ലോ. എന്നെ വിശ്വസിച്ചിട്ടാ ആ സ്ഥാപനം എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അത് തകരാൻ പറ്റുമോ? ആ, ഏതായാലും എൻ്റെ ഓഹരി കൂടി നീ വായിക്കുന്നുണ്ടല്ലോ. നല്ല പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ സൗകര്യം പോലെ പറഞ്ഞു തന്നാ മതി. കേൾക്കാൻ റെഡിയാകുമ്പോഴേ ഒന്ന് പറഞ്ഞാ മതി. ഒരു 8 പോയിന്റ്സ് ഞാൻ തരാം. ഓക്കെ. സാർ സാർ സാർ, ദേ നോക്കേ, മനുഷ്യരൊക്കെ ഉറുമ്പിന്റെ അത്രേ ഉള്ളൂ. അത് ഉറുമ്പ് തന്നെയാ. ഫ്ലൈറ്റ് മൂവ് ആയിട്ടില്ല. ഒന്ന് മാറി സുക്കുറേ. ഒന്ന് മാറിക്ക അവിടുന്ന്. എന്ത് പറഞ്ഞാലും ഫ്ലൈറ്റിൽ കയറാൻ ഒരു ഭാഗ്യമൊക്കെ വേണല്ലേ സാർ? ഫ്ലൈറ്റിൽ അങ്ങനെയാണ് ഇന്ന് ഇവിടെ ആരും ടി വി കാണണ്ട. അത്തള വിത്തള തവളാച്ചി, അത്തള വിത്തള തവളാച്ചി. നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാ? അതെ സാർ, ചെറുപ്പത്തിലെ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. മലേഷ്യ സെറ്റിലായി തുടങ്ങിയത്. അല്ല, ഞാൻ വരാൻ വൈകി. വന്നോ? എവിടെ പോന്ന് ഇരിക്കണേ? ഞാൻ അവിടെ നിന്നോളാം. എന്താ പേടിച്ചു? നോ, അഭയൻ, ഒന്നിനെയും ഭയമില്ലാത്തവൻ. ഓ, എന്താ സാർ ഇങ്ങനെ കുലുങ്ങുന്നത്? അറിയില്ല, ചോദിച്ചിട്ട് വരാം. നിങ്ങളെ വാപ്പാനോട് നിങ്ങളെ വീട്ടിൽ ഒരു TV വാങ്ങി തരാൻ പറഞ്ഞൂടെ? എന്നാ ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങാറാക്കണം. അല്ലെങ്കിൽ തന്നെ ഇവിടെ സ്ഥലം ഗ്രൗണ്ടിലൂടെ കുറച്ച് ഓടിയില്ലേ? അത് 3 ചെറിയ ടയറുള്ളതുകൊണ്ടാ ആ ടയറാ പഞ്ചറായത്. നമ്മൾ ആകാശത്തെത്തിയല്ലോ, ഇനി എന്താ പേടിക്കാനാ സാർ? പക്ഷെ മലേഷ്യ ചെന്ന് ഇറങ്ങണേലും ആ ടയറില്ലാതെ പറ്റില്ലല്ലോ.
പ്ലെയിൻ ലാൻഡ് ആവുമ്പോ മട്ടാഷ്. Ladies and gentlemen, within a few minutes we'll be landing at Kuala Lumpur's International Airport. Outside temperature is 30 degrees and the local time here is 30 minutes past 10. We thank you very much for choosing our airline. നിന്റെ അടുക്കളത്തോട്ടത്തിൽ നീ നട്ടുവളർത്തിയുണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുള്ള കറി, അതിന്റെ സ്വാദ് അത് ലോകത്ത് വേറെ ഏത് കറിക്കുണ്ടാകുക? ചോറുന്നുമ്പളേ കരിച്ചോം പൊരിച്ചൊന്നും ഇല്ലേന്ന് ചോദിക്കാനാ മതിട്ടോ. ആ, അതെന്റെ അപ്പത്തെ നിലപാടനുസരിച്ചിരിക്കും. അല്ല, മക്കളെവിടെ? ഓരാ ചെറിയോനാക്കാന്റെ വീട്ടിൽ പോയതാ. ടി വി കാണാൻ പോയതാ? അല്ലാതെപ്പെന്തിനാ? അത് ശരി. ഇപ്പൊ വർക്കിംഗ് ഡേയ്സിന് തുടങ്ങിയില്ലേ ഈ പരിപാടി? പോയി കൂട്ടിക്കൊണ്ടെന്നാ. ഞാൻ വിളിക്കണ്ടെന്ന് പറ. ഞാൻ ഇതൊന്ന് മുഴുവനാക്കട്ടെ. ഈ അതാടോ വെക്ക്. പോയി കൂട്ടിക്കൊണ്ടുവര്. ഞാൻ വിളിക്കണ്ടെന്ന് പറ. ശരി. ആദ്യം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ചേട്ടന്റെ ഇവിടുത്തെ നല്ല നടപ്പുണ്ട്, നാട്ടുകാർ പെരുമാറുന്ന എന്നെയാ. ആ മനപ്രയാസം മാറ്റാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വന്നത്. താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല. ആ, നിങ്ങളെ വിളിക്കണ പോയിക്കോളി. പോയിക്കോളി. മര്യാദക്ക് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ ചെന്ന് ഉപ്പാനോട് പറയണോ? സ്മോൾ അടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് അല്ലേ ഓർഡർ ചെയ്തത്? ഞാൻ സ്മോൾ അടിക്കാറില്ല, മനുഷ്യരെ അടിക്കാറേ ഉള്ളൂ. മക്കളുടെ കാര്യത്തില് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാലാണ് അത്. നിങ്ങളാ പഴയ കാലം നല്ലത്. ഈ ഏതായാലും കുട്ടികളെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ ഉമ്മാനോട് പറഞ്ഞിട്ടാ പോയത്. എന്ത് കാണാനാ പോയത്? മാജിക് ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടോ? അതിന് മാജിക് ഇടാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? പിന്നെന്താ കണ്ടത്? കൊറേ പാട്ടും ഡാൻസും കണ്ട്. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറിയനാക്കാന്റെ വീട്ടിൽ ടി വി കാണാൻ പോകരുതെന്ന്. സ്കൂളില്ലാത്ത ദിവസം കുറച്ചു നേരമൊക്കെ കാണാം, പക്ഷേ അത് ബാബുക്കാന്റെ വീട്ടിൽ നിന്ന് മതി. പോയിക്കോ. നല്ല സ്ഥലം. അവിടെ ഒരു ടി വി ഉണ്ട് എന്നല്ലാതെ എപ്പോഴാ അത് വർക്ക് ചെയ്യല്? സൗദാബിന്റെ കയ്യിലാ ടിവിന്റെ നിയന്ത്രണം മുഴുവൻ. അതുകൊണ്ടാ ബാപ്പുവിന്റെ മക്കളൊക്കെ മത്സര പരീക്ഷയിൽ ഒന്നാമതാവുന്നത്. മനസ്സിലായോ? പഠിക്കാൻ ഞമ്മളെ മക്കള് മോശക്കാരാ? ഇപ്രാവശ്യം ഞമ്മളെ മോനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ നീ പറയുന്നതിനൊക്കെ ഞാനിങ്ങനെ വഴങ്ങിത്തരുന്നത്. ഏതായാലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കാ. താങ്ക്സ്. എന്ന് വെച്ച് വല്ലാതെ പൊങ്ങണ്ട. ഇതിപ്പോ അങ്ങനെ നിന്ന് പരിപാടി കഴിയുന്നാ തോന്നുന്നത്. നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, വിളിക്കുന്നത് ഇത് ചെറിയോനാ. ചെറിയോനോ? കട്ടേക്കാടൻ ചെറിയോന്. ഓക്കെ, ചെറിയോൻ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാനിപ്പോ പടിഞ്ഞാറേ അകത്തുനിന്നാ. അവിടെയാണല്ലോ ടി വി ഉണ്ടായച്ചേ. അതല്ല, ചെറിയോൻ ഏത് നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇവിടെ തോട്ടക്കാട്ടിൽ നിന്ന് പറയും. തോട്ടക്കാട്ടിലോ? നിങ്ങള് കേട്ടില്ല പാട്ട്? തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പമ്മീസാ. ചെറിയോനൊക്കെ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ അത് പരിപാടി കണ്ടോണ്ടിരിക്ക. കൊറേ നേരമായി വിളിക്കണേ. ചെറിയോനൊക്കെ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ? ഞാനിപ്പോ ഒരു വർക്കും ചെയ്യണില്ല, ഇപ്പൊ ഈ പരിപാടി കണ്ടു നിൽക്കുന്ന പണിയാണ്. ചെറിയോനാക്കടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ പുരയിൽ ഇപ്പൊ എന്റെ പെണ്ണുങ്ങള് പിന്നെ എന്റെ അടുത്ത് ഇരുന്ന് കാണുന്നുണ്ട് പരിപാടി. ഇങ്ങോട്ട് തരി, ഞാനും കുറച്ച് പറയട്ടെ. അവിടെ നിക്ക് പളെ. എന്താണ്? അല്ല, അത് ഇവിടെ പെണ്ണുങ്ങളോട് പറഞ്ഞതാ. ഓള് എന്നെ ഇടങ്ങാറാക്കിയോണ്ട് നിക്കുക. ചെറിയോനൊക്കെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് ഞാൻ പാടിത്തരാം. ഇഷ്ടംപോലെ പഠിച്ചതുണ്ട്. ഉടനെ കഴുത്തന്റെ ദറുക്കൂബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് വാപ്പാ. പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. വേറൊരു പാട്ടുണ്ട് മനെ, അതാണ് ഞാൻ പാടിക്കോളാം. എന്താ ചെറിയനൊക്കെ പാടിക്കോളൂ. അവിടെ നിക്ക് ചെറിയനക്ക. അല്ല മനെ, ഇവിടെ പറഞ്ഞതാണ്. ശരി. യഹയൂ സമാവാത്തും ബുറാക്കിലേറി യഹറ്റം സാറഫോടെ റസൂലും പാരീ. അപ്പൊ ചെറിയനക്ക, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഒരുപാട് കോളേജ് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിക്ക് വേറൊരു പാട്ടുണ്ട്. അത് ഞാൻ പണ്ട് മദ്രസിൽ പഠിച്ചിന കാലത്ത് പാടിയതാ. അത് പാടി അങ്ങോട്ട് കഴിഞ്ഞു നോക്കുമ്പോ കുട്ടികളൊക്കെ കൂടി അങ്ങോട്ട് കൈയടിച്ച് തരണം പി ദാവോരം ഉങ്കളോ ഈ ഗയി തനത്തിലാരും
നിഖില്ലല്ലോ. ഓക്കെ ചെറിയാനക്ക, വിളിച്ചതിന് നന്ദി. ഹലോ. അപ്പോൾ ഇപ്പോൾ വിളിച്ചത് ചെറിയാനക്ക ആയിരുന്നു. ചെറിയാനക്കയ്ക്ക് വേണ്ടി മനോഹരമായ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റായ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന മനോഹരമായ തമിഴ് ഗാനം വെച്ചെടുക്കാം. അതാ ആ ഒരുമ്പട്ടാൻ പറ്റിച്ച്. ഇതിപ്പോ പെണ്ണുങ്ങളാണ് വിളിച്ചതെങ്കിൽ ഓന് വർത്താനം പറഞ്ഞാൽ പൂതി കെടൂല. അതിനാണ് മനസ്സാ ഞാൻ കയ്യട്ടിയത്. ആ ഇങ്ങോട്ട് ഓനുമായിട്ട് അങ്ങനെ കൊഞ്ചണ്ട. ഇത് നമ്മളെ കക്ഷിയാ. തന്നെ വിളിക്ക്. ഇപ്പൊ വിളിക്കല്ലേ, പിന്നെ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. പോക്കിത്ര പറയത് ആന്നും ശരിയാവൂല. ശരിയാവും. കൊറേ കാലായിട്ട് റെക്കോർഡ് ചെയ്യണം വിചാരിക്കുന്നു. ഇതോടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ കാ കൂന്നൊന്നും ഒച്ച ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാലേ ഓളത്തൊന്നും കിട്ടൂല. അയ്യേ ഞാൻ മുണ്ടൂല. ദയവ് ചെയ്ത് കുറച്ചു നേരം എല്ലാരും ഒന്ന് മിണ്ടായിരിക്കും. മിണ്ടാതിരുന്നോ ചെയ്യ്. ഹലോ. മിസ് അടിച്ചാ തിരിച്ചു വിളിക്കാനൊക്കെ ഇപ്പം മടിയായില്ലേ? മടിയോ? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറയല്ലേ. പിന്നെന്താ തിരിച്ചു വിളിക്കാൻ ഇത്ര സമയം എടുത്തത്? അതെ, ഈ നേരത്തെ വിളിച്ചപ്പോഴേ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ഒഴിവാക്കാൻ ഇത്തിരി വൈകി. നിനക്കെന്താ ഒരു പരിങ്ങല്? ഏയ്, നിന്റെ കൂടെ വേറെ ആരൊക്കെയാ ഉള്ളത്? എൻ്റെ കൂടെ ആരുണ്ടാവാൻ? അല്ലെങ്കിലും കൂടെ ആൾക്കാരുണ്ടാവുമ്പേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അല്ല, ആ കിളവനും കിളവുണ്ട് അവിടെ. അവർക്ക് വേറെ ഒരു പണിയില്ലേ. ഏത് നേരം നോക്കിയാലും ടി വിയുടെ മുന്നിൽ കുത്തിരിക്കുക. നീറ്റ് പോവാൻ പറഞ്ഞൂടെ? അയ്യടാ, അതൊന്നും ഞാൻ പറയൂല. അപ്പോഴേ അതൊന്നും ഇങ്ങോട്ട് അയക്കി പോടാ. അതൊന്നും ശരിയാവില്ല. അയച്ചു കൊടുക്കടാ. അതൊന്നും നടക്കൂല. മര്യാദക്ക് അയച്ചു കൊടുക്കടാ. എന്താ പറയണേ? എല്ലാം കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്ക്. ഇതാ നോക്ക്, അയച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി നിന്നെ കൊല്ലും. ഉറപ്പാ. അയക്കടാ. അയക്കി അയക്കി. ആ പിടിച്ചോ. ഇനി എല്ലാരും കൂടി എന്നെ കൊലക്കൊടുക്ക്. ഇനി അത് ഇങ്ങോട്ട് അയക്കും മോനെ. പിടിച്ച ഇത്ര ചൂടുള്ള ഫോൺ വിളി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എടാ വൃത്തിയായിട്ടവനെ, നിങ്ങൾ എല്ലാരും കൂടെ ജീവിതം കൊളന്തോണ്ടരുതേ. എന്തായി വൈദ്യരെടുത്ത് പോയിട്ട്? മരുന്ന് മാറി കിട്ടിയോ? എന്താ അങ്ങക്കൊരു മിണ്ടാട്ടല്ലാത്ത? ഞാൻ ചോദിച്ചങ്ങൾ കേട്ടില്ലേ? വൈദ്യരെന്തേ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. ഞാൻ ഈ കുപ്പി അന്ന് അണ്ണാക്കിലെടു കുത്തി തീരൂ. മനസ്സാൻ കുഴങ്ങി അണ്ണി അറിഞ്ഞ് വരുമ്പോളാ ഉണ്ണിമന്റെ വൈത്താല പൂത്താങ്കീരി കൂടിയ മാതിരി വിരി ചെല്ലണേ. ഇജൊന്ന് നീച്ചി പോകണ്ട ഇവിടുന്ന്. ആമീന എന്നോടാ പറഞ്ഞ നീറ്റ് പോവാന്. എന്താ ചോദിച്ചാലും ഒരു ഈ പോയി മരുന്ന് കുടിക്കാൻ ഒരു പാത്രം എടുത്തോണ്ട് വരെ. അല്ലാ. എന്താ അത്? പാത്രം. കണ്ണിലിറ്റിക്കാനുള്ള മരുന്നല്ലത്, കുടിക്കാനുള്ള മരുന്നാ. വലിയൊരു പാത്രം എടുത്ത് കൊണ്ടുവരും പോത്തെ. ഓ, തലച്ചോറ് നായി ഇന്നാല് പറഞ്ഞിട്ട് കാര്യല്ല. ഓ,
ഇതെന്താ കണ്ണുണ്ടൂടെ വലിയ പാത്രോ? എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പാത്രമല്ല, ഈ മരുന്നൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം ചോദിച്ചേ. പോയൊരു ഗ്ലാസ് എടുത്ത് കൊണ്ടുവരും വരുമ്പട്ടോളെ. ഓ ഈ മനസ്സിനെ കൊണ്ട് ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ? നീ പോയിക്കോ, പോയാ സീരിയൽ കണ്ടു കൂത്തിരുന്നോ, എന്നാലെങ്കിലും എൻ്റെ തൊള്ളൊന്ന് അടങ്ങി കിട്ടുമല്ലോ. ആമിന പോയിക്കാ അവിടുന്ന്. എൻ്റെ മുട്ടുംകാലം നന്നാട്ടെ, ബാക്കി എനിക്ക് ഞാൻ തരുന്നുണ്ട്. ഇന്ന് ഇടിയപ്പാണല്ലോ. ഇക്കാക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഇത് മുഴുവൻ ഞാൻ തിന്നു. ഇക്ക, നമുക്കൊരു ടി വി വാങ്ങുക. നീ പല തമാശകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയ തമാശ ആദ്യമായിട്ട് പറയാ. നടക്കണ കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഞാനായിട്ട് നിർബന്ധിക്കണില്ല, പക്ഷെ നമ്മുടെ മക്കള് ആരാന്റെ വീട്ടിൽ പോയി വേണ്ടാത്രം കാണുന്നത് ഒഴിവാക്ക. ആരാന്റെ വീട്ടിൽ പോണ്ട? ഇപ്പോഴത്തെ കുട്ടികളെ വീട്ടിനുള്ളിൽ അടച്ചിടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? വല്ലാതെ സ്ട്രിക്റ്റ് ആക്കിയാലേ അവര് നമ്മുടെ 1-ാം നമ്പർ ശത്രുക്കളായി മാറും. മാത്രമല്ല, കിട്ടുന്ന സ്വാതന്ത്ര്യം അവര് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും. നീ എന്ത് പറഞ്ഞാലും ടി വി വാങ്ങിയ അത് കുട്ടികളുടെ പഠനത്തെ ശരിക്കും ബാധിക്കും. 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അങ്ങനെയാണെങ്കിൽ ബാപ്പുക്കാരുടെ മക്കളോ? അവിടെ ടി വി ഇല്ലേ? അവിടെ സൗദാബിന്റെ കയ്യിലാ നിയന്ത്രണം. അതുപോലെ നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? മാനുക്കാക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസത്തിലൊന്നും കുറവില്ല, എന്നാലും ലോകത്ത് നടക്കുന്ന സംഗതികളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമ്മള്? ഒരു പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരം വളരെ പരിമിത. ഇപ്പൊ തന്നെ വളരെ പിന്നോട്ടാ നമ്മൾ സഞ്ചരിക്കണത്. ഒരു 2 കൊല്ലം കൊണ്ട് നമ്മൾ വളരെ പിന്നിലായിപ്പോ. മാനുക്ക ആശങ്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ ഈ വീട്ടില് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ എല്ലാം ഓക്കെ. ബേജാറ് കൂട്ടണ്ട, നമുക്ക് സാവധാനം ഇടാം. ആദ്യം വല്യപ്പാനും വല്യമാനും വിളിക്കാം. നിങ്ങളോട് ഇരിക്കും. ആ, ഉപ്പയമ്മ അങ്ങോട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടി വി ഓൺ ചെയ്യായിരുന്നു. കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ്. വീട്ടിൽ എന്ത് കാര്യവും കൂടി ആലോചിക്കുന്ന ശീലമുണ്ടായിരുന്നു മുമ്പൊക്കെ. ക്ഷമിക്കണം, ഞാൻ ടി വി വാങ്ങിയ ശേഷമാണ് അതൊക്കെ ഓർത്തത്. അബദ്ധം പറ്റിപ്പോയി. ഉപ്പാക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറയണില്ല. ഇത് കാരണം ഈ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ഇല്ലാതാവരുത്. അത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഹാജറ ശ്രദ്ധിച്ചോളും. അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരിക്കണത്. ഞാൻ ഹാജറയോട് ഒന്നുകൂടി പറഞ്ഞോളാം. ഹാജറ ശ്രദ്ധിച്ചോളും. സൗദാബിന്റെ വീട്ടിലും ടി വി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഓളേക്കാളും ഉഷാറാ നമ്മളെ മരുള്. തൽക്കാലം ഞമ്മളെ ഇഷ്ടക്കേട് പുറത്തു കാട്ടണ്ട. മാനുവിനതൊക്കെ വലിയ സങ്കടാ. ഇനി അത് മതിയാവോന് തിന്നാതെയും കുടിക്കാതെയൊക്കെ ഇരിക്കേ. മക്കളെ, ഇതെന്താ തുറന്നിട്ടില്ലേ? വല്യപ്പാനും വല്യമ്മേനും കാത്തുക്കായിരുന്നു. ആ, ഇതെങ്ങനാണ്ട തുറക്കല്? ഞാൻ കാണിച്ചു തരാം. ഉപ്പാ, ഉപ്പ അവിടെ ഇരിക്കും. ആ, ഇവിടെ ഇരിക്കും. ആ, ഉമ്മ, നിങ്ങൾ ഇവിടെ ഇരുന്നോളി. ഇരിക്കി. ആദ്യം ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. ഇതോപ്പ, ഇനി നിന്റെ നേരെ പിടിച്ച് ആ ബട്ടൺ അമർത്തണം. ആ,
നേരെ പിടിച്ചമർത്തിയാൽ മതി. അമർത്തട്ടെ. The record jumps, and all the evidence shows that the record is real. കണ്ടോ? The gaps we see reflect real events in life's history, not the മോനെ, artifact of a poor ഇത് fossil വലിയ record. കൊടല്ലല്ലോ, ഈ അത് മാറ്റിക്കാണ്. Whenever the fossil ക്യാഷായിരിക്കും 1500 രൂപ കെട്ടുകൾ. ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ല. കഞ്ഞി കുടിച്ചിട്ട് ഇപ്പൊ തന്നെ വരാട്ടാ. കഞ്ഞി മോനെ, കുടിച്ചാൽ വേണ്ടി വെച്ച് വന്ന അത് മാറ്റടാ, വേറെ വല്ലതും ஏண்டா தாரூத்து நாமத்தில் ஓனர் வந்துட்டாரா? 11 மணிக்கு தானே வரனாங்க. இப்ப மணி 9:30 தானே ஆகுது. இல்லப்பா என்கிட்ட விட்டுப்பா. ഹലോ, അതും കൂടല്ല, ഈ വേറെ വല്ലതും നോക്കും. മോനെ, പരിപാടികളൊന്നും ഒരു കൊണയില്ല. ഇപ്പം അത് ഈ പൂട്ടി വെച്ചാണ്. നല്ല പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തുറക്കാം. മക്കളൊക്കെ പോയി പഠിച്ചോട്ടെ. ഈ അതിങ്ങോട്ട് തന്നാ മോളെ. എന്താപ്പാ? ഈ കുടുംബം എങ്ങനെ കഴിഞ്ഞതാണെന്ന് അനക്ക് നല്ലോണം അറിയാലോ. ഇത് ഞാൻ അന്നെ ഏൽപ്പിക്കുക. ഈ കുടുംബത്തിന് താക്കോല് ഞാൻ അന്നെ ഏൽപ്പിക്കുകയാണെന്ന് കരുതിയാൽ മതി. താക്കോലെന്ന് പറയുന്നത് തുറക്കാൻ മാത്രമുള്ളതല്ല, പൂട്ടാനും കൂടിയുള്ളതാ. വല്ലിപ്പ പറഞ്ഞത് മക്കൾ കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഉമ്മ തുറന്നു തരും. അതിലപ്പുറം നിങ്ങൾ ഇവിടെ TV കാണരുത്. ഇപ്പം മക്കൾ പോയി പഠിക്ക്. ചെല്ല്, പഠിച്ച് വലിയവരാകണം. ഉപ്പ നിന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നിസ്സാരമായി കാണരുത്. TV പ്രോഗ്രാം ഒരു മരുന്ന് പോലെ കണ്ടാൽ മതി. നീ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ എഴുതുന്നത് 1 ടീസ്പൂൺ വീതം 3 നേരം എന്നൊക്കെ? എന്തിനാണ് അളവ് പാലിക്കുന്നത്? മരുന്ന് മോശമായതുകൊണ്ടാണോ? അതുപോലൊരളവ് TV കാണുന്ന കാര്യത്തിലും പാലിക്കണം. TV കാരണം ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. സംഗതി ഏതായാലും ആ പെട്ടീനുള്ളുന്ന ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് കാണാൻ നല്ല രസാ. കണ്ടോ, ഇത്ര സമയം മതി മനുഷ്യന് ചിന്ത മാറാൻ. ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഈ എങ്ങനെ പറഞ്ഞതായാലും എനിക്കൊരു വിരോധമില്ല. കണ്ടില്ല ആ കുട്ടി കാട്ടി കൂട്ടണ. എനിക്ക് അവളെ തീരെ പിടിച്ചില്ല. അതെന്തേ? ഓളൊരു കൊഞ്ചനും കൊഴയലും കാട്ടലും. അനക്ക് പിടിച്ചില്ലേ, ഇറങ്ങി പോവാടുന്ന്. നിങ്ങൾ ഇറങ്ങി പോയിക്കോളി. ആരാണ്? ഞാനാ പരീക്കുട്ടി. ഇങ്ങോട്ട് കേറി പോര്, നല്ല പരിപാടി ഉണ്ട്. നിങ്ങള് ടിവിന്റെ മുമ്പിലല്ലേ? ഇല്ലല്ലോ. ഈ പരിപാടിയൊക്കെ പിന്നെ കാണാം. നിങ്ങൾ വാർത്തടി. വാർത്ത? അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ഉണ്ട്. പിന്നെ അടുത്ത ശനിയാഴ്ച സൂര്യഗ്രഹണം ഉണ്ടോലോ. സൂര്യഗ്രഹണോ? അത് തരക്കടില്ലല്ലോ. ഓളൊരു ഊറ്റം. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ മുണുങ്ങണ സാധനല്ല. ഈ വരുന്ന 24-ന് ഇന്ത്യ ഉൾപ്പെടെ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും സൂര്യഗ്രഹണം പൂർണ്ണമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ. തത്സമയ സംരക്ഷണത്തിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മതി വേറെ പരിപാടി. പ്രഖ്യാപിച്ചു. നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം ദർശിക്കരുതെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച രാവിലെ 11:34 തുടങ്ങുന്ന ഗ്രഹണം ഉച്ചതിരിഞ്ഞ് 2:12 കൂടി. ഇനി വിദേശ വാർത്തകൾ. സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ ഞാനിതുവരെ സൂര്യഗ്രഹണം കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. ഒരു 10-14 കൊല്ലം മുമ്പ് ഒരു സൂര്യഗ്രഹണം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? എവിടെ? ഇന്ത്യയില് മൊത്തം. 10-14 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാലിപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട്.
പക്ഷെ അന്ന് ഞാൻ ഇവിടെ അല്ല. ഇവളെ ആങ്ങളെ പെണ്ണ് കെട്ടിയതിന്റെ ഒന്നാം തൽക്കാരേനി. അതെവിടെ ഇനി? അത് കൂട്ടിലങ്ങാടി. കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊന്നും അല്ലല്ലോ, ഇന്ത്യയിൽ തന്നെ അല്ലേ? ഏതായാലും ഇനിയെങ്കിലും പോയത്തത്തിൽ ചാടാൻ നിൽക്കണ്ട. ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്നതേ പൂച്ച പെറുന്ന മാതിരിയാ. 10-20 കൊല്ലം കൂടുമ്പോ ഒരിക്കൽ മാത്രം ഉണ്ടാകണതാ. ഇനിയിപ്പോ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോ നിങ്ങൾ ഉണ്ടാകുമോന്ന് അറിയില്ലല്ലോ. ദേ എവിടെ ഉണ്ടാവണ്? ആമിന മൂർത്താവോട് ഇങ്ങോട്ട് തരും ഞാൻ. ഇതിപ്പോ വാർത്ത ശരിക്ക് കേട്ടില്ല. ഇതിപ്പോ രാത്രിയാണോ പകലാണോ ഉണ്ടാകുക? രാത്രി. അപ്പോഴാണല്ലോ സൂര്യൻ ഉണ്ടാവുക. മാതിരി ചോദ്യം കേൾക്കുമ്പോഴാ എനിക്ക്. പിന്നെ നേരിട്ട് സൂര്യഗ്രഹണം കണ്ട കണ്ണിന്റെ കാഴ്ച പോകുന്നു പറയണ കേട്ട് പിന്നെ എങ്ങനെ കാണുക? അതന്നെ, പിന്നെ എങ്ങനെ കാണുക വരികുട്ടിയെ? അതിപ്പോ അങ്ങനെ പെണ്ണുങ്ങളെ മുമ്പൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരി. അത് കുടിച്ചോ. ഇതിപ്പോ എന്താ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൂര്യഗ്രഹണോ? എന്തൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി എന്തൊരു വരവ ബാപ്പോത്ത്. ചെറിയനാക്കാക്കും എന്തെങ്കിലും പറ്റിക്കണെങ്കിലോ എന്നെ പേടിപ്പിച്ചാണ് രണ്ടാളും കൂടി. ഏതായാലും അന്നെ കണ്ടത് നന്നായി. എന്തേ? അടുത്ത ശനിയാഴ്ച സൂര്യഗ്രഹണം തീരുമാനിച്ച വിവരം അപ്പൊ അറിഞ്ഞിട്ടില്ലേ? അതെ, അത് മാറ്റിവെച്ചോ? ഇല്ല, മാറ്റിയിട്ടൊന്നുമില്ല. മാറ്റിവെക്കണോ? വേണ്ട വേണ്ട. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്കത് നേരിട്ട് കാണണം. ഹേ, നേരിട്ട് കാണാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇന്നത്തെ വാർത്ത കേട്ടോ? അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം ദർശിക്കരുത് എന്ന് വെച്ചാൽ സൂര്യനിലേക്ക് നേരിട്ടിങ്ങനെ നോക്കരുത്. അതല്ലാതെ ഇപ്പൊ എങ്ങനെയാ ഒന്ന് കാണാനൊരു മാർഗം? അതിനിപ്പോ പല മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം. എക്സ്റേ ഷീറ്റ് അറിയില്ലേ? എക്സ്റേ, അതിന്റെ ഷീറ്റിലൂടെ നോക്കി സൂര്യഗ്രഹണം കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സംഗതി ഇത്ര ഉള്ളും പരികുട്ടിയെ. അടുത്ത ശനിയാഴ്ച എന്റെ പുരേക്ക് വാ, നമുക്ക് എല്ലാവർക്കും കൂടി അവിടുന്ന് സൂര്യഗ്രഹണം കാണാം. അപ്പൊ എക്സ്റേ കടലാസ് മാണ്ടേ? അതൊക്കെ ഞാനേറ്റ്. ജോനെ പിടിച്ച് നിർത്തിയാ നടുപ്പുറത്ത് 2 എണ്ണം കൊടുത്താട് നാട് കടത്തി വിട്ട് വർത്തിച്ചൂട് പോടുന്ന്. പോകാനാ പറഞ്ഞത്. ഓൻ പോകൂലോ. എന്നാ ഞമ്മക്ക് പോകാം. അതാ നല്ലേ. ഇരിക്കൂ. എന്താ അസുഖം? എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് മേലൊക്കെ കൂടി ഒരടങ്ങേറ്. ഇടക്കിടക്ക് ഇങ്ങനെ ഛർദിക്കാൻ വരും. പിന്നെ മേലും കൈയൊക്കെ വേദന. തിന്നാൻ വേണ്ട, ഉറക്കില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേനും ഒക്കെ കൂടി ക്ഷീണിച്ചു പോവുക, കിതക്കുക. ഇപ്പൊ തന്നെ അങ്ങോട്ട് കയറിയപ്പോഴത്തിന് കയ്യും കാലും ഒന്നും ബാക്കിയില്ല. എക്സ്റേ എടുക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്വാസം വലിക്ക്. ഇനി ഇവിടെ ഒന്ന് വെച്ച് നോക്കി. ഇനി തിരിയ്. കോയൽ വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള അസുഖമുള്ളൂ. നിങ്ങൾക്കിങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണുന്നില്ല. ചിലപ്പോൾ തോന്നലായിരിക്കും. ഏതായാലും ഞാൻ ചെറിയ മരുന്ന് എഴുതി തരാം. മരുന്നും ഗുളിക ഒന്നും എഴുതേണ്ട ആവശ്യമല്ല. ഒരു എക്സ്റേ എടുത്താൽ മാറാൻ മാത്രമുള്ള രോഗമേ എനിക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു എക്സ്റേ എടുക്കാൻ മാത്രമുള്ള രോഗങ്ങളൊന്നുമില്ല. ഒരു കാരണമില്ലാത്ത ഡോക്ടർക്ക് എങ്ങനെ എക്സ്റേക്ക് എഴുതാൻ കഴിയോ? അപ്പൊ അങ്ങക്ക് എന്താ ഒരു എക്സ്റേ എഴുതണേന് നഷ്ടമുള്ളത്? പൈസ തന്നിട്ടല്ലേ എഴുതാൻ പറയണത്? പൈസ കിട്ടുന്ന എഴുതി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ കാക്ക? നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. നിങ്ങൾ എക്സ്റേ എഴുതാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്തോ ഒരു കഷ്ടമാണത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഞാൻ എക്സ്റേക്ക് വേണ്ടി എഴുതേണ്ടത്? ദാ ഈ ഭാഗത്ത് ആട്ടെ എഴുതിക്കോളി.
ഇത് കുറെ നേരത്തെ അങ്ങോട്ട് എഴുതിയെങ്കിൽ ഇത്ര ഒന്നും വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. വേണ്ട, അജി വരൂല. ഇത് എഴുതിയപ്പോൾ തന്നെ എൻ്റെ സോക്കേട് മുഴുവൻ മാറിയാണ്. ഇത് എവിടുന്ന ഒരു കവറൊക്കെ ആയിട്ട്? എക്സ്റേ എടുക്കാൻ പോയതാ. നിങ്ങൾക്ക് എന്താ അസുഖം? അയൽപ്പക്കത്തുള്ള ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? അസുഖമൊന്നും അല്ലടാ പഹയാ. ഈ തന്നല്ല ഈ ഐഡിയ പറഞ്ഞു തന്നത്. എക്സ്റേന്റെ സീറ്റിലൂടെ സൂര്യഗ്രഹണം നോക്കാന്ന്. നാളെയാണ് സൂര്യഗ്രഹണം. അതിനു വേണ്ടി നിങ്ങൾ എക്സ്റേ എടുത്തോ? നമ്മളോടാ കളി. ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ ഒക്കെ എഴുതൂലാന്ന് മൂപ്പര്. ഞാൻ വിടുവോ? ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിച്ച്. സൂര്യഗ്രഹണം കാണാനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? എക്സ്റേ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ, എന്നോട് പറഞ്ഞാൽ പോലെ ഫ്രീ ആയിട്ട് എടുത്തു തരുമോ? എക്സ്റേ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എക്സ്റേ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്ത ഷീറ്റ് എന്നല്ല, എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഷീറ്റ്. അതൊരെണ്ണം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നോ? അവനാന് സൂര്യഗ്രഹണം കാണണമെങ്കിൽ അവനാൻ്റെ എക്സ്റേ തന്നെ നല്ലത്. ഏതെങ്കിലും എക്സ്റേ കൂടെ നോക്കിയാലേ കണ്ണിൻ്റെ ഫീസ് പോവും. ബാപ്പയും അമ്മയൊക്കെ പറമ്പിലാ. എന്ത് പണിയാ മൂപ്പര് ചെയ്ത്? എന്നോടൊന്ന് സൂര്യഗ്രഹണം കാണാൻ വരാൻ പറഞ്ഞിട്ട് ഗ്രഹണം തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഓരും സൂര്യഗ്രഹണം കാണാൻ പോയതാ. എന്താണ് ദാ അവിടെ ഉണ്ടാവും. ചെറിയോനാക്കേ, നിങ്ങൾ എന്ത് തോന്നിയ സകാട്ടിയെ? സൂര്യഗ്രഹണം ഒപ്പം കാണാന്ന് പറഞ്ഞ് പ്ലാനറ്റ് ഇട്ട് ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് കാണി. ഇത് തീർന്നു പോയിട്ടൊന്നുമില്ല. അങ്ങോട്ട് കണ്ടൂട്. ഞാൻ കാണട്ടെ. അവിടെ നിക്ക്. പെണ്ണുങ്ങൾ ആണുങ്ങൾ കഴിഞ്ഞിട്ട് മതി. നോക്കിക്കൂടാട്ട്. കാണില്ലേ? കാണില്ലേ? നേർക്ക് നോക്ക്. എങ്ങനുണ്ട്? എന്താ സൂര്യം? ഞാനൊന്ന് കാണട്ടെ. ഓക്കൊന്ന് കൊടുക്കും. നിങ്ങളാണ് കണ്ടോളി. നല്ലോണം നോക്ക്. മേപ്പോട്ട് നോക്ക്. മേപ്പോട്ട് തന്നെ നോക്കണത്. കാണുന്നുണ്ടോ? സൂര്യനെ കണ്ടോ? സൂര്യനെ കണ്ട്, മറ്റേ കണ്ടില്ല. എന്ത് ഗ്രഹണോ? എന്ത്? ഇജ്ജ് നേരിട്ട് നോക്കി കണ്ടാ മതി. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധന. ഇതിലൂടെ നോക്കാൻ മാത്രം ഇജ്ജ് വമ്പനായില്ല. എന്താ മോനെ? ഉമ്മ കുറച്ചേരം TV ഇടട്ടെ. ഇപ്പൊ കാണാൻ പറ്റിയ പരിപാടികളൊന്നും ഇല്ലല്ലോടാ. ഉണ്ടുമ്മ, നല്ലൊരു സിനിമ ഉണ്ട്. ഞാൻ പത്രത്തിൽ കണ്ടു. മാന്റെ മോനെ ഇപ്പൊ ചെന്ന് ഉറങ്ങാൻ നോക്ക്. നേരത്തെ ഉറങ്ങിയില്ലെങ്കിലേ സുബേക്ക് എണീക്കൂല. TV വാങ്ങിയിട്ട് 2 മാസമായി. ഇതുവരെ ഒരു സിനിമയും കാണിച്ചു തന്നിട്ടില്ല. സിനിമ കാണാനല്ല TV വാങ്ങിയത്. ലോകവിവരങ്ങൾ അറിയാനും അറിവ് വർദ്ധിപ്പിക്കാനും പറ്റുന്ന പരിപാടികൾ കാണാനാ. അല്ലെങ്കിൽ തന്നെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമോ ഇപ്പോഴത്തെ സിനിമകള്? കുറച്ചൊക്കെ വിനോദങ്ങളാവാന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായി? അതൊന്നും നടക്കൂല. നല്ല സിനിമയാണെന്ന് പറയ്. ഞാൻ കൊറേ പറഞ്ഞു, അത് നടക്കൂല. ഒന്ന് ചെന്ന് പറയ് കാക്കാ. ഉമ്മാന്റെ ചീത്തയാക്കാൻ എനിക്കാവൂല. ചെന്ന് പറയിക്ക. നിങ്ങള് പറഞ്ഞാ കേക്കും. ചെന്ന് പറയ്. എനിക്കാവൂല. ഇനിയും പോയി ചോദിക്കാൻ. എന്താ നിങ്ങള് കാട്ടുന്നത്? ഉമ്മ, ഞാൻ ഉപ്പ വന്നല്ലോ. പഠിച്ചോന എന്താ ഇപ്പൊ ഇതിന് പറ്റിയേ? ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇജായിരിക്കും ഇത് കേടുവരുത്തിയത്. ഏത് സമയത്ത് ഇജല്ല ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിരിക്കല്? നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കാറില്ലേ? ഒന്നട് തരും ഞാന്.
ഇയാടോ അത് കേടെടുത്തിയേ? ഞാനൊന്നല്ല കേടെടുത്തി, നിങ്ങളല്ലേ ടിവിന്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാല്. ഓന്റെ മോന്ത കണ്ടോ? ഓൻ തന്നെയാണ് ഇത് കേടെടുത്തിയത്. പഠിച്ച തമ്പുരാൻ ഞാൻ എവിടെ പോയിട്ട് അതൊന്ന് നന്നാക്കി കൊണ്ടുവരിക? ആരെ വിളിച്ചിട്ട് അതൊന്ന് നന്നാക്കണത്? നിങ്ങൾ എന്തിനങ്ങനെ കിടന്ന് ചാടണത്? ടി വി കേടാവുന്ന പതിവാ. ഞാൻ എന്റെ മൂത്ത കൂടി എന്നോട് തരൂ. 7 മണിക്ക് സീരിയല്, 7:00 സീരിയല്, 8 മണിക്ക് സീരിയല്, 8:30 സീരിയല്. ഇതൊക്കെ ഞാൻ ഏത് തറവാട്ട് പോയിട്ടാ കാണുന്നത്? പടച്ചോനെ, കണ്ടോ ഓന്റെ നോട്ടം കണ്ടോ? ഓൻ തന്നെയാണ് ഇത് പടക്കാക്കിയത്. ആരെങ്കിലും പോയിട്ട് ഇതൊന്ന് നന്നാക്കാൻ നോക്ക്. ഒരു പൊരയിൽ ടി വി ഇല്ലാതായിപ്പോ അതിനാട്ടും വലിയ വർക്കത്ത് കടിഞ്ഞ എന്താ ഉള്ളത്? പഠിച്ചോനെ, എനിക്ക് വയ്യ. എനിക്ക് പിന്നെയും വേന സംശയം. നോക്കണ കണ്ടില്ല, കുറുക്ക നോക്കണ മാതിരി. അന്നോട് ഞാൻ പറഞ്ഞു ആ ടി വി കയ്യൊക്കെ കരുതുന്നു. പറഞ്ഞില്ല? ആ, എനിക്ക് പിരാൻ തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, ചെയ്യാത്തൊരു കുറ്റത്തിന് ഇന്നെ ആക്രമിച്ച് വെറുതെ തീവ്രവാദിയാക്കണ്ട. ചില സമയത്ത് എനിക്ക് ഇന്നെ പിടിച്ചാ കിട്ടൂല. എന്താ അപ്പൊ പറഞ്ഞത്? മോനെ ഇയ്യങ്ങോട്ടാ? പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിട്ടോ. പോടാ പോടാ. അല്ല, എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? എന്താ എല്ലാരും മിണ്ടാണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ടി വി ഇതാ കേടൊന്ന് കിടക്കണേ. ഓഹോ, പടച്ചോനെ, ഇവിടുത്തെ ടി വി കേടൊന്ന്? ആ, ഇവിടെ ടി വിയില് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏത് ടി വി കേടുന്നാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ വീട്ടിലെ ടി വി കേടുന്നാ എനിക്ക് പൊള്ളും. എന്താ കാരണം? സ്നേഹം. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവൂല. കേട്ടില്ല ആമിനാജി, ഇങ്ങനെ മനുഷ്യന്മാര് വേണ്ടിയേ. ഒരെപ്പിഡോസ് മുടങ്ങിയാ പിന്നെ അത് കണ്ടു വീട്ടാൻ കഴിയൂല. നിങ്ങൾ അതൊന്നും ഓർത്ത് ബേജാറാവണ്ട. ഈ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു എപ്പിസോഡ് മുടക്കൂല. ഞാൻ ഇത് ഞാൻ ഇപ്പൊ തന്നെ ശരിയായി കൊണ്ടുതരാം. അൽഹംദുലില്ലാ. ആമിന മോനെ അന്ന പാട്ടില്ല. നല്ല മുറുക്കി പിടിച്ച മോനെ, വയറും പിടിച്ചോ. ഇത് വേണ്ടി വരുമോ? കടക്കണില്ല. എന്ത് മുട്ടിഞ്ഞ വെയിറ്റാ. ഇന്നത്തെ എപ്പിഡോസ് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല. ടി വി കേടെന്നപ്പോ മനസ്സിലൊരു ലഡു കുടുങ്ങിയ മാതിരിയായി പോയി. എന്നാ ഇപ്പൊ ഞമ്മളെ ടി വി ദാവൂദ് നന്നാക്കി കൊണ്ടുവരാന്ന് പഠിച്ചോനറിയാം. ഞമ്മളെ ടി വി കേട് വന്നപ്പോ തന്നെ മാന് പുതിയ ടി വി വാങ്ങിയത് നന്നായി. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വന്ന് കാണാലോ. ഇവിടെ ടി വി വാങ്ങിയ ഞാനല്ലേ നിങ്ങക്ക് പറഞ്ഞേ. ഇത് നല്ല ടി വി ആണല്ലോ. കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതല്ല അതിന്റെ റിമോട്ട്. സ്റ്റാർ സ്പോർട്സിൽ ക്രിക്കറ്റ് ഉണ്ട്. ഐഡി വല്യാപ്പേ ചാനലിടി. ക്രിക്കറ്റ് ഇട്ടാതി, സീരിയലൊന്നും വേണ്ട. മുണ്ടാതൊക്കെ ബഹുലേ. നിങ്ങൾ സീരിയൽ ഇടിന്ന്. അതിന് സീരിയലിന്റെ സമയമായോ? സമയൊക്കെ ആയി. കമ്പനി ഫ്ലാറ്റ്, ഓഫീസ് കാർ, 24 hours ജോബ്. ഇത് മൊബൈൽ ഫോൺ ബില്ല് കമ്പനി അടയ്ക്കും എന്ന് കരുതി 24 hours കൗസല്യ ഞോളെ വക കൊറേ തുളകണ്ട. എനിക്കോളെ കണ്ണിന്റെ നേരെ നിങ്ങൾക്ക് കണ്ടുടങ്ങി എണീറ്റ് പോയിക്കോളി. എനിക്കോളെ ഉണ്ടാതെ പോടാ. ചേട്ടന് ഇപ്പൊ കാണാൻ പറ്റുമോ തോന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഷുക്കൂറെ, ഈ പഠിക്കുന്ന സമയത്ത് ടിവിയും ക്രിക്കറ്റും കണ്ട് നടന്നാൽ എങ്ങനെയാ? പഠിക്കാൻ പോയിട്ടൊന്നും വലിയ കാര്യല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയിട്ടെങ്കിൽ നമ്മളെ സച്ചിൻ ഉണ്ടാവുന്നു, സവാഗും ധോണി ഉണ്ടാവുന്നു. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നല്ലോണം പഠിച്ചില്ലെങ്കിലേ പരീക്ഷയ്ക്ക് തോറ്റുപോകും. പരീക്ഷയ്ക്ക് തോറ്റാലേ ഒരാളെ തോൽക്കുള്ളൂ. പക്ഷെ ക്രിക്കറ്റിൽ തോറ്റാലേ ഇന്ത്യ മൊത്തം തോറ്റുപോകും. പടച്ചോനെ, നോക്കിയാ ആമിനാജോ അവന്റെ ഒരു ഇൽമ്. ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ ജിഞ്ഞി സ്കൂളിലൊന്നും പോണ്ട സുക്കൂറെ. പഠിക്കാൻ പോണേനുമാണ് ഒരു അതിര്. അല്ലാ, നോക്കി ആ പെൺകുട്ടിന്റെ കണ്ണീര് കണ്ടുകൂടാ ആമിന. ഹലോ ഹലോ, എത്ര നേരമായി പൊട്ടാ മിസ് കോൾ ഇട്ട് കാത്തിരിക്കുന്നു? അതെ, ഞാൻ വീട്ടിലായിരുന്നു.
ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. എന്താ പ്രത്യേകിച്ച്? പിന്നെ ഇവിടെ ആരുമില്ല. നന്നായിട്ട് അറിയാം. You are amazing, sir. എന്താ അമിനിത്ത റംല വരാഞ്ഞത്? ഓള് പോരുന്നില്ല എന്ന് പറഞ്ഞു. ഓളാടെ ഒറ്റക്ക? ആ, വാതിലകത്ത് നടച്ച പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്താ പേടി? വാതിലകത്തുനിന്ന് തുറക്കാനും കഴിയുമല്ലോ. മൂർത്തി സാർ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഓൻ തുടങ്ങി ഞാൻ വിടടാവളെ. നിങ്ങളിവിടെ ഇരിക്കും മനുഷ്യ. കൊറേ കാലായി ഓൻ ഓള വയ്യ. കാണാനും സമ്മതിക്കൂല, കേൾക്കാനും സമ്മതിക്കൂല. ഒന്നും മുണ്ടാന്നാ. ബിസിനസ്സിൽ സ്നേഹമൊക്കെ വാക്കുകളിൽ മനസ്സിലുണ്ടാവരുത്. ആ തടിമാടന്റെ നോട്ടം കണ്ടില്ലേ? കണ്ണിന് കുത്തണ രാജന്. എനിക്കല്ലടാ, എന്റെ സെക്രട്ടറിക്കാ. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഇനിയിപ്പോ ഓനോടാ വർത്താനം. രാവിലെ മുതൽ ഒരേ തുമ്മല്. നല്ല ചൂടുണ്ട്. നീ ഒന്ന് ചെക്ക്. അങ്ങനെ മാട ആമിന പറ്റിച്ചല്ലോ. കറണ്ട് പോയല്ലോ. എന്താ ഇപ്പൊ ഒരു പോക്ക് കറണ്ടിന്? എനിക്കറിയില്ല എന്താ ഇനിയിപ്പോ ചെയ്യാ? ആചാറാ മാളെ, ഓളെ എവിടെ പോയി? ഒരു മുണ്ടാട്ടും ഇല്ലല്ലോ. ആമിന ഒന്ന് പുറത്തിറങ്ങി നോക്കിയാ. ഫീസ് പോയിണ്ടാവോ? ഫീസ് അങ്ങോട്ടോ? അല്ലോ ചിന്നെ. ആ, ഇനിയിപ്പോ ബാക്കി കാണാനും കഴിയൂല. മനസ്സിൽ പിന്നെ ലഡു കുടുങ്ങിയല്ലോ. ഏതായാലും ഇപ്പൊ അവിടെ പോയിട്ട് പണിയൊന്നുമില്ലല്ലോ. കറണ്ട് വരുന്നത് വരെ കാക്കുക. ഇങ്ങനത്തെ സമയത്ത് ഇവിടെ ഒരു കറണ്ട് പോക്കാ. ഇനി അത് നന്നായി കിട്ടണമെങ്കിൽ ഒരുപാട് പണിയാ. എന്താ കാട്ടണ ആമിന? നിങ്ങള് പറയ്. ഇരുന്ന് നോക്കല്ലേ? അല്ലെങ്കിൽ ഇവിടെ അവിടെ കടന്നാലോ? അതും തരക്കടില്ല. കറണ്ട് വരുമ്പോ ഓള് വിളിച്ചോളൂ. വല്യാപ്പേ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാ പോയിന്റ്. ഞമ്മക്ക് ഇവിടെ കടക്കാം. ഇനിയിപ്പൊ ഇരുന്നിട്ടും വലിയ കാര്യൊന്നുമില്ല. നിങ്ങൾ പോയിക്കോളി. റംല അവിടെ ഒറ്റയ്ക്കല്ലേ? നമ്മളിപ്പോ പോവാല്ലേ? പോണോ? ഇനി ഇരുന്നിട്ട് വലിയ കാര്യമല്ലാന്ന് തോന്നുന്നു. ഒരു കുറച്ചും കൂടി നടക്ക്. വല്ലാത്തൊരു കോളായി പോയി. കുറച്ചും കൂടി കാത്തു നോക്കേനി. ഇത് ഞങ്ങളെ വാക്കിനൊരു സ്ഥിരതല്ലാന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ കടക്കാൻ പൂതി വെച്ചു പോയി. ഉണ്ടാതെ പോടാർന്ന്. ഇതാ ഞാൻ പറഞ്ഞേ, അവനാന് സുഖം പോലെ സീരിയല് കാണണമെങ്കിൽ അവനാന്റെ പോരാ തന്നെ TV വേണം. അതന്നെ. വേഗം നടന്നൂട്. നടക്കണേ കണ്ടില്ലേ? ഞമ്മളെ TV നന്നാക്കാൻ ഒരുത്തം കൊണ്ടുപോയിട്ട് ഇതുവരെ അവന്റെ വാല് തന്നെ കണ്ടിയില്ല. അല്ലാ. റംല ഓ, വാതില് തുറന്നാ. വരുന്നു. എടെ സുക്കൂർ അനക്കെന്താ അവിടെ പണി? വാതിലൊന്ന് തുറക്ക്. ഇവിടെ എവിടെ പോയി കിടക്കുക പഠിക്കാനെ? സ്വസ്ഥായിട്ട് TV പരിപാടി കാണാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലേ പിന്നെ എന്തിനാ മാസാമാസം കേബിൾ TVയുടെ വാടക കൊടുക്കണേ? നീ പോയി TV അടിച്ചു പൊട്ടിക്ക്. എന്റെ ഉമ്മാന്റെ അടുത്ത് ഒരടവും നടക്കൂല. എല്ലാ കാര്യവും ഉമ്മാക്കറിയാം. മാത്രല്ല എല്ലാ കാര്യവും ഉപ്പാനോട് ചർച്ച ചെയ്യുകയും ചെയ്യും. നിന്റെ ഉപ്പാക്ക് ഗൾഫിൽ പോകാനുള്ള പരിപാടി ഒന്നുമില്ലടേ? എനിക്കറിയില്ല. എന്റെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് എനിക്കാരും പേടിക്കാതെ നടക്കാം. അല്ല, അപ്പൊ ഉമ്മ ചീത്ത അറിയില്ലേ? ഹേയ്, ചീത്ത പറയേ. ഉമ്മ ഫുൾ ടൈം TVക്ക് മുമ്പിലാ. കറണ്ട് പോണ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ. ഈ വീട്ടിലെ 2 TVയാ. ഒന്ന് ഉമ്മാക്കും ഒന്ന് എനിക്കും. അനിയനും 2 അനിയത്തിമാരും ഉമ്മാന്റെ ഒപ്പം ഇരുന്ന TVയാണ്. ഈ റൂമിലെ ആരും കയറൂല. ഇതെന്റെ സ്വന്തം റൂമാ. അല്ല, ഈ മൊബൈൽ ഫോണൊക്കെ ആരുടേതാ? എന്റേത്. എന്തിനാ ഇത്ര അധികം? കിടക്കട്ടെ. ഇതൊക്കെ വാങ്ങാൻ ഉപ്പ കാശ് അയച്ചു തരുമോ? ഈ മൊബൈൽ ഉപ്പ വാങ്ങിത്തന്നതാ. ഇത് എന്റെ സുഹൃത്ത് തന്നതാ. ഇത് പിന്നെ ഞാൻ വാങ്ങിയതാ. അല്ല, ഇതിനെന്താ വില? വില കേട്ടാ നീ ഞെട്ടും. നിന്റെ ഉപ്പാക്ക് ഗൾഫിൽ നല്ല ശമ്പളാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നിന്റെ അത്യാവശ്യമുള്ള കാശൊക്കെ ഉപ്പ അയച്ചുതരും. കുറച്ചൊക്കെ ഉമ്മാനെയും പറ്റിക്കും. ഹോ, എന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ അതിനുള്ള കാരണം മുഴുവനും ബോധിപ്പിക്കണം. നീ ഇത് കണ്ടോ? കാശാണിതൊക്കെ. ഇത് ഉപ്പ അയച്ചിരുന്നതോ ഉമ്മാനെ പറ്റിക്കൊന്നുമല്ല. പിന്നെ ഇതുണ്ടാക്കാൻ വഴികൾ വേറെയുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാൽ മതി. ഞാൻ എന്റെ ചില സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തരാം. അവര് പറയും പോലെ നിന്നാ നിന്റെ കയ്യിൽ നോട്ടിന്റെ കെട്ടുകൾ വരും. എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
നീ ഒരു കാര്യം ചെയ്യ്, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ. ഇഷ്ടം പോലെ ടി വി കാണാം, കമ്പ്യൂട്ടറിൽ കളിക്കാം, ഇന്റർനെറ്റ് എന്താന്ന് മനസ്സിലാക്കാം. പിന്നെ ഇഷ്ടം പോലെ സീഡികളുണ്ട്, കണ്ടാ നീ ഞെട്ടും. അതൊക്കെ കാണാം. അതിനെപ്പോഴാ വരിക? ആകെ ഒരു ഒഴിവുള്ള ഞായറാഴ്ച. അന്നാണെ ഫുൾ ടൈം ഒപ്പം വീട്ടിലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ കട്ട് ചെയ്താൽ മതി. പിന്നെ കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞ് രാത്രി ഇങ്ങോട്ട് പോരെ. കാണുകന്റെ കൂട്ടുകാരെ ശാന്തി സമാധാനമോടെ വാണിടുന്ന മാനുവിൻ കുടുംബ ചരിത്രം. അവർ കാത്തതൊക്കെയും തകർന്ന ദാരുണ ചിത്രം. കാണുകന്റെ കൂട്ടുകാരെ ശാന്തി സമാധാനമോടെ വാണിടുന്ന മാനുവിൻ കുടുംബ ചരിത്രം. അവർ കാത്തതൊക്കെയും തകർന്ന ദാരുണ ചിത്രം. മണവിഹാജരയ്ക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം. മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. മണവിഹാജരയ്ക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം. മാനു തന്റെ വൃദ്ധരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. ചുറ്റിലുമുള്ള കുടുംബങ്ങൾ ആ ചിട്ടകൾ കണ്ടു കൊതിച്ചു. ബന്ധുജനങ്ങളും ഇവരാൽ സൗഹൃദമെന്താണെന്നു പഠിച്ചു. സ്രഷ്ടാവിൻ വിധി പോൽ ജീവിച്ചു, സൃഷ്ടികളെയും സ്നേഹിച്ചു. കഷ്ടപ്പാടിൽ പെട്ടവരെ പല മട്ടിലറിഞ്ഞു സഹായിച്ചു. ധ്യാനത്തെക്കാൾ അധ്വാനത്തിന് സ്ഥാനം നൽകിയൊരാദർശം. മാനവരൊന്നാണെന്നരുളും ഖുർആനിൽ നിന്നാണാവേശം. അച്ചടക്കത്തിന്റെ കല്ലടുക്കി വെച്ച വീട്, ആദർശച്ചാന്തു തേച്ചവർ പടുത്ത വീട്. ഹാജറ തൻ നെഞ്ചിലെ വിളക്ക് തെളിഞ്ഞിടും. ആ വസതിക്കാഭിമുഖ്യമെന്നും നന്മയോട്. ആ വീട്ടിൽ കൊണ്ടുവന്നൊരത്ഭുതത്തിൻ കൂട്. ആ കൂട്ടിലുണ്ട് ചെന്നായി തോലുകണ്ടാൽ ആട്. നല്ല മട്ടിൽ കേറി വന്നു വില്ലനായി മാറിടുന്ന TV. കുട്ടികളെ കെട്ടിയിട്ട് കട്ടപ്പുകയാക്കിടുന്നു ഭാവി. നല്ല മട്ടിൽ കേറി വന്നു വില്ലനായി മാറിടുന്ന TV. കുട്ടികളെ കെട്ടിയിട്ടു കട്ടപ്പുകയാക്കിടുന്നു ഭാവി. പഠിപ്പിക്കേണ്ടൊരുമ്മ ഇതാ പരമ്പരയും കണ്ട് കണ്ണീർ തൂവി. കൊടുക്കും ബാപ്പ ചാനലുകൾക്കെടുത്തു തന്റെ സമയത്തിന്റെ ചാവി. പഠിപ്പിക്കേണ്ടൊരുമ്മ ഇതാ പരമ്പരയും കണ്ട് കണ്ണീർ തൂവി. കൊടുക്കും ബാപ്പ ചാനലുകൾക്കെടുത്തു തന്റെ സമയത്തിന്റെ ചാവി. അടുക്കളത്തോട്ടത്തിൽ കാഴ്ച ഫലം കൊണ്ടെന്ന് മിടുക്കിയാം ഹാജറയുണ്ടാക്കി തൽക്ഷണം. തെല്ലും മടുക്കാത്ത മായമില്ലാത്ത ഭക്ഷണം. മനസ്സിനും ദേഹത്തിനും ഹാനികരമായ പാർസൽ മാനു തന്നെ വാങ്ങി വരും TV കാരണം. ഇന്ന് മാനു തന്നെ വാങ്ങി വരും TV കാരണം. വൃദ്ധരാമാതാപിതാക്കൾക്കന്നു ഹാജറ കൊടുത്ത ശ്രദ്ധ ഇന്നു നഷ്ടമായ യന്ത്രം മൂലം. ഇല്ല സാഹചര്യമെന്നായി നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ടകാലം. ഇല്ല സാഹചര്യമെന്നായി നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ടകാലം. ഫാഷൻ എന്ന
പേരിലേതു വേഷവും പടച്ചു വിൽക്കും ചൂഷകന്മാരുടെ വിപണന തന്ത്രം. ഇത്തിരി മധുരം പകർന്നു മർത്യരെ മയക്കിടുന്ന കുത്തകയുടെ വമ്പൻ വിപണന തന്ത്രം. ചെറിയൊരു കള്ളം പറഞ്ഞു പോയാലും ചെവി പീഡിച്ചിത്രയും കാലം പറയിച്ചു മക്കളെ കൊണ്ടവൾ താനില്ല മുറിയിലെന്ന വസ്തു മൂലം. ഉമ്മറത്താരു വന്നെന്ത് ചോദിച്ചാലും ഉത്തരം നൽകാതായുമ്മ. അങ്ങനെ അങ്ങനെ അക്കുടുംബത്തിൽ നിന്നെങ്ങോ മറഞ്ഞു പോയി നന്മ. ഊണുമുറക്കവും നേരത്തില്ലാതെ ഉത്സാഹശീലവും പോയി. ഏതോ പിശാചിന്റെ കാണാച്ചരടിന്മേലാടുന്ന പാവകളായി അവർ ആടുന്ന പാവകളായി. ഉത്തരവാദിത്തബോധം ഉപ്പയിൽ നിന്നും മാഞ്ഞാൽ ഉമ്മ തൻ നിയന്ത്രണവും ശ്രദ്ധയും മറഞ്ഞാൽ. ഉത്തരവാദിത്തബോധം ഉപ്പയിൽ നിന്നും മാഞ്ഞാൽ ഉമ്മ തൻ നിയന്ത്രണവും ശ്രദ്ധയും മറഞ്ഞാൽ നമ്മൾ ഊട്ടി വളർത്തുന്ന മൂല്യമൊക്കെയും തകർക്കും മട്ടിൽ പൊട്ടി വീണിടും കുടുംബമെന്ന പൊന്നു ഞാൻ. പൊട്ടി വീണിടും കുടുംബമെന്ന പൊന്നു ഞാൻ. പൊട്ടി വീണിടും കുടുംബമെന്ന പൊന്നു ഞാൻ. മേലാൽ ഇത്തരം കംപ്ലൈൻറ്റ്സ് നിങ്ങളെ കുറിച്ച് കേൾക്കരുത്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കോ? ഇല്ല സർ. പോയിക്കോ. ആ വരൂ, ഇരിക്കൂ. മുമ്പ് ഇടയ്ക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന പതിവുണ്ടായിരുന്നു അല്ലേ മാനു? ഇപ്പോഴൊന്ന് കാണണമെങ്കിൽ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയായി. തിരക്ക് കാരണം ഇപ്പൊ തീരെ ഒഴിവ് കിട്ടാറില്ല, അതുകൊണ്ടാ. മുമ്പ് ഇതിനേക്കാൾ തിരക്കായിരുന്നല്ലോ. അന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ വന്ന് കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നില്ലേ? എന്നെ മാത്രമല്ല, ഓരോ അധ്യാപകനെയും പ്രത്യേകം കാണാൻ അന്ന് സമയമുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം വന്ന് കുട്ടികളിലും കണ്ടിരുന്നു. ഇതാ സൽമാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതിൽ ഒപ്പിട്ടത് നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സുന്ദര. എന്താ സാർ? ജയദേവൻ മാഷെ വിളിക്കൂ. മാനു, 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ മകനെക്കുറിച്ച് ഇതുപോലെ ഇരുന്ന് ഞാൻ കുറേ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവനെക്കുറിച്ച് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ടാലന്റ് കണ്ട് ഈ സ്കൂളിലെ അധ്യാപകരെല്ലാം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. SSLC പരീക്ഷ കഴിയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 10 കുട്ടികളിൽ നിങ്ങളുടെ മകനുണ്ടാകുമെന്ന് ഉറപ്പിച്ചവരാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ SSLCയുടെ ക്വാർട്ടർലി പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരൊറ്റ വിഷയത്തിൽ പോലും നിങ്ങളുടെ മകൻ പാസ്സായിട്ടില്ല. ഈ കോലത്തിൽ ഫൈനൽ എക്സാമിനേഷൻ എഴുതുന്നതിനേക്കാൾ നല്ലത് പഠിപ്പ് നിർത്തുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്കും സ്കൂളിലും ഒരു ചീത്തപ്പേർ ഒഴിഞ്ഞുവിട്ടു. ഞാനിത് പറയുന്നത് സൽമാൻ മാനുവിൻ്റെ മകനായതുകൊണ്ടാണ്. ഈ സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ മിടുക്കന്മാരൊന്നുമല്ല.
നന്നായി പഠിക്കുന്നവരുണ്ട്, വെറുതെ വലിഞ്ഞു കയറി വരുന്നവരുമുണ്ട്. അച്ചടക്കം നിലനിർത്താൻ പെടാപ്പാട് പെടുന്നവരാണ് ഇവിടുത്തെ അധ്യാപകരെല്ലാവരും. കളി വിനോദങ്ങളിലാണ് കുട്ടികൾക്കൊക്കെ താല്പര്യം. ഇതിലേത് കൂട്ടത്തിലാണ് സൽമാൻ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. ആ മാഷേ, കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ സംസാരിച്ചു. ഇനി ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് മാഷ്ക്ക് പറയാനുള്ളത് പറഞ്ഞേക്കും. മാനു, ഞാനപ്പോ സൽമാന്റെ ക്ലാസ് ടീച്ചർ. അവന്റെ കാര്യങ്ങളൊക്കെ എച്ചം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെല്ലാവരെയും നിരാശപ്പെടുത്തി കളഞ്ഞു അവൻ. പഠിപ്പിന്റെ കാര്യം പോട്ടെ, വളരെ സൗമ്യനായിരുന്ന അവനിപ്പോ മഹാധിക്കാരിയായി മാറിയിട്ടുണ്ട്. ഈ സ്കൂളിൽ വെച്ച് ഏറ്റവും വലിയ തല്ലിപ്പള്ളികളുമായിട്ടാണ് അവന്റെ കൂട്ടുകെട്ട്. അവനെപ്പറ്റി പഠിച്ചപ്പം വീട്ടുകാർക്ക് അവന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ ഭാര്യയാണ് മക്കളുടെ പഠനകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. മുമ്പ് തന്നെ എനിക്കതിന് സമയം കിട്ടാറില്ല. ഇനി ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചോളാം. പഠിക്കാൻ വേണ്ടി അവന് നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ശിക്ഷിച്ച് പഠിപ്പിക്കാവുന്ന പരിധിയിൽ നിന്നൊക്കെ അവൻ എന്നോ വിട്ടുപോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അവനെ മുൻനിർത്തി സംസാരിക്കുന്നതാവും നന്നാവുക. ശരി മാഷേ. നീ എന്താ ഈ രാത്രി പുറത്തിറങ്ങിക്കുന്നത്? മാനുക്കാന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നു. എന്ത് ബഹളം? മാനുക്ക് ആജരയും തമ്മില് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. സൽമാന്റെ കാര്യം പറഞ്ഞിട്ടാന്നാ തോന്നണത്. ഏതായാലും അതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമായി. കള്ളുകുടിയന്മാരെ വീട്ടിലാ സാധാരണ ഇങ്ങനത്തെ ബഹളം ഉണ്ടാവുക. നമ്മളിപ്പോ തൽക്കാലം അത് കേട്ടതായി ഭാവിക്കണ്ട. പിന്നെ മക്കളൊക്കെ ഉറങ്ങിയോ? ഇല്ല, ഓല് പഠിക്കുക. ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? ആ. അസ്സലാമലൈക്കും. വഅലൈക്കും സലാം. എന്താടാ ഉറങ്ങിയിട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിയിട്ടുണ്ടാവുന്നു. ഇരിക്കിരിക്കെ. ആ ഇരിക്കിരിക്കെ. പുതിയ പ്രോഗ്രാമാണല്ലോ. എന്നാ എല്ലാരും ഭക്ഷണം കഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. 5 10 ദേ അപ്പുറത്ത് പണിയുണ്ട്. ഓ ഓ ഓ എന്തായി? എന്താ വല്ല ഡൗട്ട്സും ഉണ്ടോ? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനല്ലേ ഉമ്മ. ഇവിടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഉമ്മയും കാശിന്റെ ആവശ്യത്തിന് ഞാനും. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മക്കള് പഠിക്കുമ്പോഴേ വീട്ടില് വന്നിരുന്നാ മതി. മക്കളെ, നിങ്ങളും സൽമാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പം അല്പം കുറഞ്ഞോ? പണ്ടത്തെ പോലൊന്നുമല്ല. ഞങ്ങളൊന്നും അവൻ്റെ കമ്പനിക്ക് ചേരൂല. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വലിയ ആൾക്കാരാ. അവന് സ്വന്തമായിട്ട് മൊബൈലുണ്ട്, കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പിന്നെ സ്വന്തമായിട്ട് ബൈക്ക് ഓടിക്കാനും അറിയാം. അവന്റെ കൂടെ കൂടിയാ മൊബൈൽ വാങ്ങിത്തരുന്ന ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് എന്നോട് പറഞ്ഞു. ഒരുപാട് കാശും കിട്ടത്രേ. എന്നിട്ട് മോൻ എന്താ പറഞ്ഞത്? മൊബൈൽ ആവശ്യമുള്ളപ്പോൾ എൻ്റെ ഉപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. മോന്റെ ക്ലാസ്സിൽ മൊബൈൽ ഇല്ലാത്ത എത്ര കുട്ടികളുണ്ടാവും? ഒരു 10-15 കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ഉപ്പ് ഓരോ മൊബൈൽ വാങ്ങിത്തരാൻ പോവാണ്. രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഞങ്ങൾക്ക് എന്തിനാ ഉപ്പ മൊബൈല്? അല്ല, നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സിൽ ആർക്കും മൊബൈലില്ല. മൊബൈലിൽ ആരും എൻ്റെ ഫ്രണ്ട്സും അല്ല. എൻ്റെ ഫ്രണ്ട്സിൽ മൊബൈൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്റെ മക്കളിപ്പോ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതാതിൻ്റെ സമയത്ത് ഞങ്ങൾ വാങ്ങിത്തരും. മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാവുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ല. പണം കൊടുത്താൽ കൈവശപ്പെടുത്താവുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ എത്ര പണം കൊടുത്താലും നേടാൻ കഴിയാത്തൊന്നുണ്ട്: നമ്മുടെ സൽസ്വഭാവം. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ആരും കേമനാവില്ല. നന്നായി പഠിക്കുന്നവരും മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നവരാ കേമന്മാർ. മരണം വരെ കൂടെ ഉണ്ടാവുക അത് മാത്ര അല്ല, മരിച്ചാലും അതാ കൂടെ ഉണ്ടാവുക.
എന്റെ മക്കളെ ഇത്ര നല്ല കുട്ടികളാക്കി വളർത്തിയതിന് നിനക്ക് ഞാൻ ഏത് അവാർഡാടി തരേണ്ടത്? ഞാൻ മാത്രല്ലല്ലോ, ഇക്കയില്ല എന്റെ കൂടെ. ഒരു കച്ചവടക്കാരനായി എനിക്ക് വീട് നോക്കാൻ എവിടെയടി സമയം? എനിക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊണ്ടു തരുന്നില്ലേ? ഒരു കുടുംബം നന്നാവാൻ അത് മാത്രം മതി. നീ എവിടെയായിരുന്നടാ ഇത്ര സമയം? വായിക്കാൻ പോയതായിരുന്നു. വായിക്കാനോ? എങ്ങോട്ട്? ഷാഹിദിന്റെ വീട്ടിലേക്ക്. നിനക്ക് വായിക്കാൻ ഈ വീട്ടിൽ സ്ഥലല്ലേ? കമ്പൈൻ സ്റ്റഡി നടത്താൻ വേണ്ടി. രാവിലെ സ്കൂളിൽ വെച്ച് മാഷ് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മല്ലേ? ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. കേറി പോടാ അകത്ത്. സീരിയലിന്റെയും സിനിമന്റെ ഇടയിലുള്ള പരസ്യത്തിന്റെ നേരത്തെങ്കിലും കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഹാജര. ഓ, ടി വി കാണാത്ത ഒരാള് അങ്ങോട്ട് മാറിന്നാണി. ഞാൻ 24 മണിക്കൂറും അന്റെ മാതിരി ടിവിന്റെ മുമ്പിൽ പൊരുതി കിടക്കല്ല. നീ അപ്പുറത്തെ ബാപ്പുവിന്റെ സൗദാബിനെ കണ്ടു പഠിക്ക്. 2 മക്കൾ അവളും പോറ്റുന്നുണ്ടല്ലോ. ഓ, ഒരു സൗദാബി. എപ്പോഴും കേൾക്കും ഒരു സൗദാബിന്റെ വർത്താനം. ഓളത്ര നല്ലോണാണെങ്കി നിങ്ങൾക്ക് ഓളത്തിന് കെട്ടിക്കൂടായിനോ? പതുക്കെ പറയടി. അപ്പുറത്ത് ഉപ്പ ഉമ്മയുണ്ട്. TV കണ്ട് തോന്നുന്നത് എന്തും വിളിച്ചു വരാനായിട്ടുണ്ട് നിനക്ക്. നീ എന്നീ ടിവിന്റെ മുമ്പ് എണീറ്റ് പോകുന്നോ അന്നേ നീ നന്നാവുള്ളൂ. കുറച്ച് ടി വി കണ്ടിട്ട് ആകാശം പൊളിഞ്ഞു വിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് വിൽക്കട്ടെ. അങ്ങോട്ട് മാറിന്നാണി. ഞാൻ പോകാം. നീ ഇതിന്റെ മുമ്പ് കിടന്ന് ഒടുങ്ങ്. നാശം. പണ്ടൊക്കെ നമ്മളെ മാനൊരു കാര്യം പറഞ്ഞാൽ അത് സ്ട്രോങ് ഉള്ള വർത്താനായിരുന്നു. മക്കൾക്കും ആഞ്ചറാക്കും അതിനൊരെതിരുണ്ടായിരുന്നില്ല. ഇപ്പം കേട്ടില്ലേ ഈ മാനുവിൻ്റെ വർത്താനത്തിലൊരു ധൈര്യക്കുറവ്? എന്താ കാരണം എന്നറിയോ? രാത്രി 1 മണി 2 മണി വരെ ഓനും ഇരിക്കുന്നത് ആ പെട്ടിന് മുമ്പിലാ. പവർ കട്ടിൻ്റെ സമയത്ത് മലക്കൽ മൗത്ത് വരാവുന്ന എൻ്റെ പ്രാർത്ഥന. ആ നേരത്തെങ്കിലും റഹ്മത്തിൻ്റെ മലക്കക്ക് ഇവിടെ ഇറങ്ങാലോ. ഉറങ്ങാൻ കിടക്കുമ്പോൾ വിഷമുണ്ടാക്കുന്ന വർത്താനൊന്നും പറയില്ല നിങ്ങള്. कौन है तुम? दाद उनकी दादा। कैसा ആമിന, ഞാനൊന്ന് മൂത്രം വെച്ച് വന്നാട്ടെ. നിങ്ങൾ കൊറേ നേരമായി മൂത്രം വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒഴിച്ചിട്ട് വന്നോളി. ഇത് കാണാനും സമ്മതിക്കൂല. അതിന് മൂത്രം വയ്ക്കാൻ പോകുമ്പോഴല്ല ഇപ്പൊ സ്റ്റീഫൻ വന്ന് നേരത്തെ പോവാൻ നോക്കിയപ്പോ കണ്ടാണ് മല്ലേശ്വരി വരുന്നു. എന്താ ആമിന? ആമിന അടങ്ങിക്കാനാ എന്നോട് പറഞ്ഞ ഞാൻ കേട്ടോ. ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂടെ അന്തല്ലാതാകുക. ടിവിയിൽ മാണ്ടാത്തരം കണ്ട് എന്റെ സ്വഭാവം പറ്റ കേട് നടക്കുന്നുണ്ട്. മോന്തൊക്കെ ഒന്ന് തരും ഞാൻ. നിങ്ങളെന്താ മനുഷ്യ ഈ പിരി 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 എന്ന് പറയണേ? ഇങ്ങനെ തച്ചോണ്ടിരിക്കണം എന്തിനാ? ഞാനോ? പിന്നെ ഇജ്ജല്ലാതെ ഇവിടെ ആരാ തല്ലാനുള്ളത്?
वापस करो, वरना मजबूरन मुझे तुम दोनों को मारना पड़ेगा। ठीक है, हम मेहर को मारेगा। शाबाश। काम खत्म होने के बाद हम तुमको 1 लाख रुपए और देंगे। बंदूक है तुम्हारे? മിണ്ടരുത്, കൊല്ലും ഞാൻ. മിണ്ടി പോകരുത്, കൊല്ലും ഞാൻ. എന്താ നിങ്ങളുടെ പേര്? നിനക്ക് കൊല്ലാൻ പറ്റുമോ? നിനക്കോ? ആമിനെ? നമുക്ക് ധൈര്യം സംഭരിക്കാടാ. ഇനി ആ എന്റെ ഉമ്മാന്റെ പേരും ആമിനാന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുത്തി മലർത്തായിരുന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരും ആമിന തന്നെയാണ്, പക്ഷെ എല്ലാവരും വിളിക്കല് ചെറിയോനാക്കാന്ന്. എന്റെ റബ്ബേ, നിങ്ങളെ പേര് ആമിന? ഒരു പെട്ടോളെ, ആ ദജ്ജാലെങ്ങാന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മയ്യത്തെടുക്കേണ്ടി വരും. എന്തിനെന്നോട് ഈ പരീക്ഷണം? നിങ്ങൾക്ക് പേരിടാ വേറെ ഒന്നും കിട്ടിയില്ലേ? ഇരിക്കുമ്മ, നിങ്ങൾ ഇരിക്കുമ്മ. പോയോ അല്ലേ? നിങ്ങളല്ലേ മൂത്രയിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പോയി മൂത്രയിച്ച് വന്നോളൂ, സംസാരിക്കാനുണ്ട്. വേണ്ട, അത് നിങ്ങളെ കണ്ടതോടുകൂടി തന്നെ ഒഴിഞ്ഞു പോയി. ഇനി ഒഴിക്കണമെങ്കിൽ പുതിയത് ഉണ്ടായിട്ട് വേണോ? ശരി, എന്നാ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആ, ഞാനൊരു കള്ളനാ. എന്നാലത് ആദ്യം പറയണ്ടേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ ഈ TV കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. TV കൊണ്ടോവേ? പൊന്നും പണ്ടോ വേണേ കൊണ്ടോയിക്കോളി. TV കൊണ്ടോവാൻ നമ്മള് സമ്മതിക്കൂല. അത് തന്നെ ഞാനും പറഞ്ഞത്. മിണ്ടി പോകരുത്. എതിർക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ ഉമ്മയെ മറക്കും. അത് പഴയ ടിവിയാ, വിറ്റാലൊന്നും കിട്ടൂല. പൈസ മാണി എത്ര വെച്ചാ തരാ, അതവിടെ നിന്നോട്ടെ. TV വില അല്ലാതെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? തീരെ ഉൾപ്പില്ല എനിക്ക്. അത് കൊണ്ടുപോയല്ലേന്ന്. നിന്റെ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഉമ്മ, ഓ, ഇന്ന് രാത്രി പഠിത്തത്തിന് ശേഷം നമുക്ക് TV ഓർക്കണം. ഇന്നെന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടാ? അതല്ല, ഒരു CD കിട്ടിയിട്ടുണ്ട്. ഇതാ, എന്നോട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനാ പറഞ്ഞത്. എന്നാലും നമുക്ക് ഒരുമിച്ച് കാണാം. ആയിക്കോട്ടെ, നമുക്ക് രാത്രി കാണാം. ആ. ഇതിവിടെ ഇരിക്കട്ടെ. മോൻ പോയി ഡ്രസ്സ് മാറി വാ, ഞാൻ ചായ എടുക്കാം. ആ. കുഞ്ഞോ, മോനോ, രണ്ടാളൊന്നും ഇങ്ങോട്ട് വരി. എന്താപ്പാ? ആ കുഞ്ഞു, ആ CD മോൻ കാരാ തന്നത്? സൽമാൻ. അല്ല മോനു, സൽമാൻ ആളെങ്ങനെയാ? പണ്ടത്തെ പോലൊന്നുമല്ല, അവൻ ആള് വളരെ മോശാണ്. ആള് മോശാന്നറിഞ്ഞിട്ടും കുഞ്ഞു എന്തിനാ അത് വാങ്ങിയത്? അത്ഭുതപ്പെടുന്ന CD ആന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാ. അതൊരു ചീത്ത സീഡിയാ, ആർക്കും കാണാൻ പാടില്ലാത്ത CD. മോൻ ഏതായാലും ഉമ്മാന്റെ കൈ കൊടുത്തല്ലോ, അത് നന്നായി. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന സീഡികൾ ഉപ്പ കൊണ്ടുതരാറില്ലേ? പുറത്തു നിന്ന് ആര് എന്തു തന്നാലും വാങ്ങരുത്, മിഠായി പോലും. മാത്രമല്ല, ഇവിടെ നിന്ന് സ്കൂളിലെത്തി തിരിച്ചു വരുന്നവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഇവിടെ വന്ന് ഉമ്മായോട് പറയണം. നമ്മളോട് ചിരിക്കുന്നവരൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിരിച്ചു മയക്കി ചതിയിലകപ്പെടുത്തി നമ്മെ നശിപ്പിക്കുന്നവരായിരിക്കും അവർ. ശരി, പോയി പിടിച്ചോ.
നിങ്ങളുടെ പരാതിയുടെ വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച ആവശ്യം പ്രായോഗികമല്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയായി സാറിത് കാണരുത്. ഇവിടെയുള്ള ചില CD ഷോപ്പുകൾ, ഇന്റർനെറ്റ് കഫേകൾ, മൊബൈൽ ഷോപ്പുകൾ എന്നിവ വൻതോതിൽ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്നത് കാണുന്നു. UP തലം തൊട്ട് കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവരുടെ മുഖ്യ കസ്റ്റമേഴ്സ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ വശീകരിച്ച് പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന് കൈമാറ്റങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന റാക്കറ്റുകൾ ഇവിടെ സജീവമാണ്. സത്യസന്ധമായൊരു അന്വേഷണത്തിനും ശക്തമായ നടപടികൾക്കും സാറ് നേതൃത്വം നൽകുകയാണെങ്കിൽ ഒരുപാട് തെളിവുകൾ ഞാൻ ഹാജരാക്കാം. വേണമെങ്കിൽ ഒന്നാം സാക്ഷിയായി കോടതിയിൽ ഹാജരാവാനും ഞാൻ തയ്യാറാണ്. സാർ, ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മക്കളെ പഠിക്കാനയക്കുന്നത്. പക്ഷേ അവിടെ തകർന്നു പോകുന്നത് രക്ഷിതാക്കളുടെ സ്വപ്നമല്ല, ഒരു രാജ്യത്തിന്റെ സ്വപ്നമാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. ഏതായാലും ഞാൻ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കുന്നു. മുമ്പൊക്കെ ബാപ്പുവിൻ്റെ മക്കളുടെ കാര്യത്തിന് മാനുവും മാനുവിൻ്റെ മക്കളുടെ കാര്യത്തിന് ബാപ്പുവും ഇവിടെ വരാറുണ്ടായിരുന്നു. അതൊക്കെ വേറെ വിഷയങ്ങൾക്കായിരുന്നു. അതല്ല മാഷേ ഞാൻ പറയുന്നത്. മാനു സ്ഥലത്തില്ല, 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. 4-5 മാസം കഴിഞ്ഞിട്ടായാലും വേണ്ടില്ല, രക്ഷിതാവ് വരാതെ സൽമാൻ സ്കൂൾ കയറുന്ന പ്രശ്നമേ ഇല്ല. മാഷ് ഇത്ര സ്ട്രോങ് ആയിട്ട് ആദ്യമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്. എനിക്കും വിഷമമുണ്ട്. പോലീസ് വന്ന് പരിശോധന നടത്തി കാണിച്ചു തന്നില്ല എല്ലാവർക്കും. നാട്ടിലെ കേമന്മാരുടെ മക്കളൊക്കെ പ്രതിക്കൂട്ടില്ല. രക്ഷിതാക്കൾ വന്ന് കയ്യും കാലും പിടിച്ചുകൊണ്ട് ചില കുട്ടികളെ തിരിച്ചെടുത്തു. ബാക്കിയുള്ളവർ ഇപ്പോഴും പുറത്താ. അത്തരം കുട്ടികളെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ആ കൂട്ടത്തിൽ തന്നെയാണ് സൽമാനും. ബാപ്പുവിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. വിദ്യാർത്ഥികളെ കരുക്കളാക്കുന്ന ചില ഏജൻസികളും വ്യക്തികളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പോലീസ് നടപടി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ കുറ്റകൃത്യങ്ങൾ. ശക്തമായ ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ചും അമ്മമാരുടെ യോഗം വിളിച്ചുകൂട്ടി ബോധവൽക്കരണം നടത്തണം. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും ഇത്തരം വിഷയങ്ങളിൽ കൂടി താല്പര്യമെടുക്കണം. ക്രിമിനൽസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനല്ല, സ്റ്റേഷനിലെത്തിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കേണ്ടത്. എന്റെ കയ്യിലുള്ള ലിസ്റ്റിൽ ഈ നാട്ടിലുള്ള പല പ്രമുഖരുടെയും മക്കളുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കുടുംബങ്ങളുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്ന ബാധ്യത പോലീസിന് മാത്രമാണോ, അതോ എന്റെ മുമ്പിലിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, മതമേഖലയിലുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടോ എന്നറിയാനാണ് എല്ലാ മേഖലയിൽ നിന്നും ഓരോ പ്രതിനിധിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ഇനി നിങ്ങളുടെ നിലപാടെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. സാറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളൊക്കെ പിന്നാലെ ഉണ്ടാവും. ഇതുപോലെ പല വാഗ്ദാനങ്ങളും ഇതിനു മുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല സർ, ഇത് വെറും വാഗ്ദാനമല്ല. ഇതിൽ ആർക്കും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. താങ്ക് യു. മാനു, കയറിയിരിക്കേ. യാത്രയൊക്കെ കഴിഞ്ഞ് എപ്പോ തിരിച്ചെത്തി? നിർത്തേ. സൽമാൻ എവിടെ? വിളിക്ക്. അവനെ കൊണ്ടുവരാൻ ഞാൻ വന്നത്. ഇല്ല, നിന്റെ വരവിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ടേ വിളിക്കൂ. ഓഹോ, എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് നിന്നോട് ഉദ്ദേശം വെളിപ്പെടുത്തണം അല്ലേ? സാഹചര്യം മാറിയ സ്ഥിതിക്ക് അങ്ങനെ വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അങ്ങനെയാണോ? ആ, ആര് നിൽക്ക്. സൽമാനെ. മാനു, മാനു ഞാൻ പറയുന്നത് കേക്ക്. സൽമാൻ. മാനു ഞാൻ പറയുന്നത് കേക്ക്. മിണ്ടരുത്. പറയുന്ന കേക്ക് മാനു. മാറാനല്ലേ പറഞ്ഞത്? സൽമാൻ. മാനു പ്ലീസ്. സൽമാനെ. സൽമാനെ. മാനു, ഇതൊന്നിനും പരിഹാരമല്ല. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? സൽമാനെ. സൽമാൻ. സൽമാനെ. സൽമാൻ. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത്. സൽമാനെ. പറയുന്ന കേക്ക് മാനു.
എന്റെ മോനെ നിനക്ക് എത്ര ദിവസം അകത്തിട്ട് പൂട്ടാൻ കഴിയൂടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവനെ മര്യാദക്ക് എന്റെ വീട്ടിലേക്ക് അയച്ചോ, അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ളൊരു മോൻ നിനക്കുമുണ്ടെന്ന് ഓർത്തോ. അനുഭവിക്കടി, അനുഭവിക്ക്. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. കേട്ടല്ലോ മകന്റെ വിശേഷങ്ങള്. 24 മണിക്കൂറും ടിവിന്റെ മുമ്പിൽ കുഴിച്ച് മൂട് നിന്നെ. കുട്ടികളെ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇക്ക, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയാണോ? ഞാൻ എന്റെ ഒരുപാട് സമയം ടിവിക്ക് മുമ്പ് ചെലവഴിച്ചു എന്നുള്ളത് ശരിയാ. എന്റെ കൂടെ നിങ്ങളും ഇല്ലായിരുന്നോ? മക്കളെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണോ? ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയാറില്ല. മക്കളൊരു തെറ്റ് ചെയ്താൽ ശക്തി കൊണ്ട് അവരെ ഒതുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയും. പക്ഷേ അവിടെ തെറ്റ് തിരുത്തപ്പെടുന്നില്ല. സൽമാൻ തെറ്റ് ചെയ്തു പോയി. അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അതിന് വളരെ കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ. അതേസമയം നീ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നതും സൽമാന്റെ തെറ്റ് തിരുത്താനായിരുന്നല്ലോ. ഒരു ഗുണകാംക്ഷിയായ സ്നേഹസമ്പന്നനായ ഒരു ഉപ്പയായിട്ടായിരുന്നോ ആ വരവ്? ഉപ്പ എന്ന അധികാരം പ്രയോഗിച്ച് ശക്തിയിലൂടെ അവൻ ഒതുക്കാനായിരുന്നു നിന്റെ ധൃതി. അതിൽ നീ വിജയിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയാണോ മാനു കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്? നിന്റെ മോനെക്കുറിച്ച് ഒരു പ്രതീക്ഷ നിലനിർത്തുന്നതല്ലേ നിനക്ക് നല്ലത്? ഇനി നീ പറ, 1-2 കൊല്ലം കൊണ്ട് നീ എന്തൊക്കെ നേടിയെന്ന്? നിനക്ക് കുറെ നഷ്ടങ്ങളല്ലാതെ എന്ത് ലാഭമാണ് കിട്ടിയതെന്ന്? പണ്ടൊക്കെ എന്റെ ബാപ്പുക്ക എന്നോട് എപ്പോഴും പറയായിരുന്നു, നിന്നെപ്പോലെ ആവാൻ, നിന്നെ കണ്ട് പഠിക്കാൻ. പക്ഷെ ഇപ്പൊ കുറെ കാലായിട്ട് ബാപ്പുക്കാന്റെ വായിന്നത് കേൾക്കാറില്ല. ടിവിയുടെ മുന്നിലെ കസേരയിൽ ജീവിച്ചു തീർക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ നീ ആ കൂട്ടത്തിൽ പെടുമെന്ന് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ടിവിയെ ഞാൻ കുറ്റം പറയില്ല, അത് വെറും ഒരു ഉപകരണം മാത്രം. നീ ടിവിയുടെ ഉടമയാവുന്നതിന് പകരം അടിമയായിപ്പോയി. അതാ നിനക്ക് പറ്റിയ അബദ്ധം. നിനക്ക് പഴയ ഹാജരയാവാൻ ഒരു പ്രയാസവും ഇല്ല. നീ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. ഏതായാലും ഈയിടെയായി എന്റെ ഏറ്റവും അടുത്ത, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ പങ്കില്ല. എങ്കിലും ആ സുഹൃത്തിന്റെ മക്കളെ സ്വന്തം മക്കളായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിന്റെ മോൻ തൽക്കാലം എന്റെ വീട്ടിൽ നിൽക്കട്ടെ. അവനവിടെ പഠിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടാവും. ഇത് പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഇറങ്ങുകയാണ്. പോകാം. ബാപ്പു, ബാപ്പു, നീ എന്നിൽ നിന്നും കുറെ അകന്നിട്ടുണ്ട്. നീ എന്നെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും പഴയ ബാപ്പു തന്നെയാണ്. ഞാൻ മാറിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണ്.
ഈ നാട്ടുകാർക്ക് അങ്ങനെയല്ല. പക്ഷേ നീ മാറിയിട്ടുണ്ടെന്നത് എന്റെ മാത്രം അഭിപ്രായമല്ല, ഈ നാട്ടുകാരുടേത് കൂടിയാണ്. ഇപ്പം കിടന്ന് മൂടിയിട്ടൊന്നും കാര്യമില്ല. അനക്കെടുക്കാനുള്ള ഒക്കെ എടുത്ത് പുറത്തിറങ്ങിക്കോ. ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ പെങ്ങളായത്? പറയിപ്പിക്കാന് കെട്ടി തൂങ്ങി ചത്തൂടായിരുന്നു എനക്ക്. പറയണില്ല ഞാൻ. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. എന്താ കാര്യമൊന്ന് നമുക്ക് ഗൾഫിലേക്കൊന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം. വേണ്ട, അളിയനെ കുറ്റം പറയാൻ പറ്റില്ല. അളിയന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ചെയ്യുന്നതേ അളിയനും ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ല. അത് വിശദീകരിക്കേണ്ട കാര്യമല്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മൊബൈൽ നോക്കിയാൽ മതി. ഇപ്പം അത് നാട്ടിൽ നിന്ന് വിട്ട് ഗൾഫിലും എത്തി, അളിയന്റെ കയ്യിലും എത്തി. ഇനി എന്ത് തെളിവാ വേണ്ടത്? മൊബൈലിൽ സ്വന്തം പെങ്ങളെ ശബ്ദം റെക്കോർഡ് ചെയ്തത് കേട്ട ഒരാങ്ങളന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം വരി. മുമ്പ് ഇവിടുന്ന് ഒരു TV മോഷണം പോയ കഥ നിങ്ങൾക്കറിയാലോ. അതെ. ആ കളവ് പ്ലാൻ ചെയ്തത് ഞാനാ. ആ TV കാരണമാണ് എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് കുറേ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എന്ന് മാത്രം. അവളെ രക്ഷിക്കാൻ ഞാൻ അവസാനത്തെ ശ്രമം നടത്തിയതാണ് TV മോഷണത്തിലൂടെ. പക്ഷേ വളരെ വൈകിപ്പോയി. TV മോഷണം പോയ കഥ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ദാവൂദിൻ്റെ കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലായതും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് ദാവൂദിൻ്റെ കയ്യും കാലും ഒടിഞ്ഞതെന്ന് ആർക്കും അറിയില്ല. അത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇനി ഈ നാട്ടിൽ നീ കാരണം ഒരു പെണ്ണും നശിക്കാൻ പാടില്ല. അതിന് വന്ന കാലനാടാ ഞാൻ. ഈ കഥ പുറത്തറിയുന്ന ആദ്യത്തെ ആൾ നിങ്ങളാണ്. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊടുക്കാം. പക്ഷെ ഒരാങ്ങളാന്നുള്ള നിലക്ക് ഇത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്താ നിങ്ങൾ രണ്ടാളും കൂടി രഹസ്യം മറച്ചില്? അതൊന്നും നിങ്ങളാരും അറിയേണ്ട ആവശ്യമില്ല. ഈ സംഭവത്തിൽ നിങ്ങൾക്ക് രണ്ടാക്കും ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം റംലങ്ങളെ മകളല്ലല്ലോ, മരുവളല്ലേ. പക്ഷേ എൻ്റെ പെങ്ങൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളെയും കണ്ണൊന്ന് തുറന്നു പിടിക്കണം. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അധികമൊന്നും പറയണില്ല. ഞാൻ ഏതായാലും ഓളയും കുട്ടീനെയും കൊണ്ട് പോവുകയാണ്.
മണവിഹാജരക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം മാനു തന്റെ വൃത്തരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. മണവിഹാജരക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം മാനു തന്റെ വൃത്തരക്ഷിതാക്കൾക്കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം. ചുറ്റിലുമുള്ള കുടുംബങ്ങൾ ആ ചിട്ടകൾ കണ്ടു കൊതിച്ചു. ബന്ധുജനങ്ങളും ഇവരാൽ സൗഹൃദമെന്താണെന്നു പഠിച്ചു. സ്രഷ്ടാവിൻ വിധി പോൽ ജീവിച്ചു, സൃഷ്ടികളെയും സ്നേഹിച്ചു. കഷ്ടപ്പാടിൽ പെട്ടവരെ പല മട്ടിലറിഞ്ഞു സഹായിച്ചു. ധ്യാനത്തെക്കാൾ അധ്വാനത്തിന് സ്ഥാനം നൽകിയൊരാദർശം മാനവരൊന്നാണെന്നരുളും ഖുർആനിൽ നിന്നാണാവേശം.